MLA കണ്ടാൽ തിരിച്ചറിയാത്ത പോലീസ്. MLAയോട് പേര് ചോദിക്കുന്ന ഒരു പോലീസുകാരി. MLAയുടെ കയ്യിൽ നിന്ന് മൈക്ക് തട്ടിപ്പറിക്കുന്ന പോലീസുകാരൻ. ഇത്തരം അപൂർവ ദൃശ്യങ്ങൾ നാം കാണുന്നത് പിണറായി വിജയന്റെ ഈ ഭരണകാലത്താണ്. പോലീസിനെതിരെ വിമർശനം ഉന്നയിക്കുന്നത് പ്രതിപക്ഷം മാത്രമല്ല, CPM നേതാക്കൾ കൂടിയാണ്. പോലീസിന് ആത്മവീര്യം വർദ്ധിച്ചു. പോലീസ് ഇത്രയും സ്വതന്ത്രമാവും. സ്വാഗതം സ്പെഷ്യൽ എഡിഷനിലേക്ക്. നമ്മളോടൊപ്പം അതിഥികളായി റിട്ടയർഡ് SP സുഭാഷ് ബാബു, മുസ്ലിം ലീഗ് നേതാവ് അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, CPM സഹയാത്രികൻ റജി ലൂക്കോസ് എന്നിവർ. ആദ്യം റജിയിലേക്ക്. റജി, ഒരു MLAയോട് പേര് ചോദിക്കുകയാണ്. പേര് ചോദിക്കുന്നത് ചിലപ്പോൾ അറിയാൻ പാടില്ലായിട്ടായിരിക്കാം, പക്ഷേ സ്വന്തം ജില്ലയിലെ ഒരു MLAയെ തിരിച്ചറിയാൻ ഒരു പോലീസുകാരിക്കോ പോലീസുകാരനോ കഴിയുന്നില്ല. ആ ഉദ്ഘാടനം നടന്നുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് മൈക്ക് തട്ടിപ്പറിക്കുന്നു. ഇതൊക്കെ വളരെ അപൂർവ ദൃശ്യങ്ങളാണ്, നമ്മൾ ഇതിനു മുമ്പ് കാണാത്ത ദൃശ്യങ്ങളാണ്. അത് മാത്രമല്ല, ഇന്ന് CPM നേതാവ് MV ജയരാജൻ പ്രസംഗിക്കുന്നു, പോലീസിൻ്റെ പണി ചെയ്തില്ലെങ്കിൽ നാട്ടുകാർ നിയമം കയ്യിലെടുക്കേണ്ടി വരുന്ന ദുർഗതി ഉണ്ടാകുമെന്ന്. ഈ CPMകാർക്ക് CPM നേതാക്കൾക്ക് പോലും മടുത്തു ഈ പോലീസിന്. അജിംസ്, അതിനെ കാണേണ്ട രണ്ട് രീതിയിലാണ്. ഒന്ന്, ഏത് പോലീസ് സേനയിലും ഇത്തരം ചില ധിക്കാരികളായ പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്, അതിൽ യാതൊരു മാറ്റവുമില്ല. അതിപ്പോൾ UDF ഭരിച്ചാലും LDF ഭരിച്ചാലും. LDFിനെ സംബന്ധിച്ചോളം LDF ഭരിക്കുമ്പോൾ തീർച്ചയായിട്ടും സർക്കാരിൻ്റെ പരിധിയിൽ ഗവൺമെൻറ് നയമനുസരിച്ചാണ് പൊതുവെ പോലീസ് പ്രവർത്തിക്കാറുള്ളത്. എന്നാൽ കണ്ണൂരിലെ SI ബഹുമാനപ്പെട്ട MLAയോട് കാണിച്ച പ്രവൃത്തി അങ്ങേയറ്റം ധിക്കാരകരമാണ്. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളോട് ചൂണ്ടിക്കാണിക്കാം. ഒന്ന്, സാധാരണ ജില്ലാ കളക്ടറേറ്റിലേക്ക് ഒരു മാർച്ച് നടക്കുമ്പോൾ നേരത്തെ മുൻകൂട്ടി അറിയിക്കുകയും അവിടെ പോലീസ് വന്ന് ഗേറ്റ് അടച്ച് 2-3 പോലീസുകാരെ വിന്യസിക്കുകയും ചെയ്യും. അപ്പോൾ അവിടെ സ്വാഭാവികമായിട്ട് മുദ്രാവാക്യം പിടിച്ചിട്ട് ഉദ്ഘാടനം ചെയ്തത് പിരിഞ്ഞു പോവുകയാണ് സാധാരണ ഇതിൽ കേരളത്തിൽ എങ്ങോളം നടക്കുന്നത്. ചില പ്രതിപക്ഷ കക്ഷികൾ നടത്തുന്ന അക്രമ സമരങ്ങൾ ഒഴിച്ചാൽ കേരളത്തിൽ ഇതിന് വിപരീതമായിട്ടൊന്നും നടക്കാറില്ല. ഇവിടെ സംഭവിച്ചെന്താണ്? ഇവിടെ പോലീസിനെ വിവരം അറിയിച്ചിട്ട് നേഴ്സസ് അസോസിയേഷൻ്റെ ഈ പ്രതിഷേധ മീറ്റിങ്ങിൽ തുറന്ന ഗേറ്റും ഒരു പോലീസുകാരൻ്റെ ഒരു സാന്നിധ്യവും ഇല്ലായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് കുറച്ച് പ്രവർത്തകർ കളക്ടറിനുള്ളിലേക്ക് കയറി. ബഹുമാനപ്പെട്ട MLA അവിടെ എത്തി ആ പ്രവർത്തകരെ ശാന്തരാക്കി പുറത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും മൈക്ക് തട്ടിപ്പിടിക്കുക, വേണ്ടി വന്നാൽ നിങ്ങളുടെ പേരിൽ കേസെടുക്കും, നിങ്ങളുടെ പേരെന്താണെന്നൊക്കെ ഒരു MLAയോട് ഒരു SI ചോദിക്കുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അയാളുടെ പേരിൽ നടപടി സ്വീകരിക്കേണ്ടതാണെന്നാണ് എനിക്ക് ആദ്യമേ പറയാനുള്ളത്. അത് ഭരണപക്ഷത്തായാലും പ്രതിപക്ഷത്തായാലും ഇത് തന്നെയായിരിക്കണം മാനദണ്ഡം. തന്നെയുമല്ല, ബഹുമാനപ്പെട്ട MLA സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ഇമേജ്, അദ്ദേഹം വളരെ ശാന്തനും വളരെ ജനപ്രിയനുമായ ഒരു MLA ആണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു MLAയോട് അദ്ദേഹത്തിൻ്റെ പേര് പോലും ഒരു SIക്ക് അറിയാൻ പാടില്ലെന്ന് പറഞ്ഞാൽ അത് അറിവില്ലായ്മയല്ല. തന്നെയുമല്ല, SIക്ക് അവർ പിടിച്ചിരിക്കുന്ന ബാനറിൽ ബഹുമാനപ്പെട്ട MLAയുടെ പേരും M. ലിജിൻ എന്നുള്ള പേരും അദ്ദേഹത്തിൻ്റെ സ്ഥാനവും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി അയാൾ കാണിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ധിക്കാരം ഒരു പ്രോട്ടോകോൾ ലംഘനമാണ്. എന്താണ് ലംഘനം? അതായത് കേരളത്തിലെ ഒരു MLA, നിയമസഭ നിർമ്മാണ സഭയിലെ ഒരു MLA എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഉദ്യോഗസ്ഥന്മാരുടെ ഏറ്റവും തലപ്പത്തിരിക്കുന്ന ചീഫ് സെക്രട്ടറിയേക്കാളും മുകളിലാണ് ഒരു MLA. കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറി അവിടെ വന്നാൽ ഈ SI ഇങ്ങനെ പെരുമാറുമോ? ജനങ്ങൾ തെരഞ്ഞെടുത്ത ഒരു MLA, അതിന് പ്രതിപക്ഷത്തായാലും ഭരണപക്ഷത്തായാലും അവരോട് നീതിപൂർവവും ആദരവോടുകൂടിയും പെരുമാറേണ്ട ഉത്തരവാദിത്വം ഈ MLAക്കുണ്ട്. അപ്പോൾ ഈ SIക്കുണ്ട്. ഈ SI വെൽ പ്ലാൻഡ് ആയിരുന്നു. ഈ സബ് ഇൻസ്പെക്ടർ അവിടെ പോലീസിനെ വിന്യസിക്കാതിരുന്നത് മുതൽ ഈ MLAയും ഈ പറയുന്ന പ്രതിഷേധക്കാരെയും അപമാനിക്കാൻ വേണ്ടിയിട്ട് കളിച്ചൊരു നാടകമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത് MLA മാധ്യമങ്ങളോട് ഈ സംഭവം ഉണ്ടായ ഉടനെ തന്നെ വിശദീകരിക്കുകയുണ്ടായി. രണ്ടാമത്തെ വസ്തുത എന്ന് പറയുന്നത് ഈ SIയെ സംബന്ധിച്ചോളം ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ ഉൾപ്പെടുന്ന ഒരു ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ ടെലിഫോണിലാണെങ്കിൽ പോലും ബഹുമാനപ്പെട്ട MLA പറഞ്ഞൊരു കാര്യമുണ്ട്. ഇയാളുടെ ട്രാക്ക് റെക്കോർഡുകൾ ഇതിനു മുമ്പുള്ള പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്തപ്പോഴും അയാളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പൊതുസമൂഹത്തിന് മോശമായ അഭിപ്രായമാണെന്നുള്ളവരും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ SIക്കെതിരെ, സബ് ഇൻസ്പെക്ടർക്കെതിരെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും DGPയുടെ ഭാഗത്തുനിന്നും നടപടി അനിവാര്യമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇവിടെ LDF ഭരിക്കുമ്പോൾ SIക്ക് MLAയുടെ പേരറിയാൻ മേല എന്നുള്ളതൊക്കെ ഉള്ള രാഷ്ട്രീയപരമായ ചോദ്യം മാത്രമേ ഉള്ളൂ. അത് തന്നെയുമല്ല, മറ്റൊരു ഗുരുതരമായ ഒരു സംഭവം അവിടെ ഉണ്ടായിട്ടുണ്ട്. അവിടെ ഒരു വനിതാ SI ബഹുമാനപ്പെട്ട MLAയുടെ അടുത്ത് വന്ന് നിങ്ങളുടെ പേരെന്താണെന്ന് ചോദിക്കുന്നു. ആ SIയെ സംബന്ധിച്ചോളം ഈ പ്രശ്നം കഴിഞ്ഞതിന് ശേഷം അപ്പോൾ ഇവരൊക്കെ എവിടുത്തെ സബ് ഇൻസ്പെക്ടേഴ്സാണ്? അപ്പോൾ ഇത് വെൽ പ്ലാൻഡ് ആണ്. ഈ വനിതാ SIയെ
യും ഈ SIയും എല്ലാവരുടെ കൂടി ആ പിന്നെ സമരം തന്നെയുമല്ല, അങ്ങനെ സ്ഥിരമായിട്ട് സമരം നടത്തുന്ന ഒരു സംഘടനയല്ല ഗവൺമെന്റ് നേഷണൽസ് അസോസിയേഷൻ. അവരോട് ധർണ നടത്തി, അവിടെ ഗേറ്റ് അടയ്ക്കാതെ കൊണ്ട് അവരെ അകത്ത് കയറാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തു. പോലീസിന്റെ അസാന്നിധ്യം ഉണ്ടായിരുന്നു. വളരെയധികം സെൻസിറ്റീവായിട്ടുള്ള കളക്ടറേറ്റിനുള്ളിൽ ഒരു പോലീസുകാർ പോലും ഈ പ്രകടനം മുൻകൂട്ടി അറിയിച്ചിട്ട് പോലും ഇല്ലായിരുന്നു എന്ന് പറയുന്നത് ആ SIയുടെ ഭാഗത്തുനിന്നുള്ള ഗുരുതരമായ വീഴ്ചയാണ്. അതിന് തക്കതായ ശിക്ഷ അടിയന്തരമായിട്ട് ഇയാൾക്ക് കൊടുക്കണമെന്നാണ് ഈ ചർച്ചയുടെ റെജിലുക്കോസ് പറഞ്ഞത്. പോലീസ് സേനയിൽ ചില കുഴപ്പക്കാരായ ഉദ്യോഗസ്ഥരുണ്ട്, അവരൊന്നും സർക്കാരിന്റെ നയം നടപ്പാക്കാത്തവരാണ്. ആ സർക്കാരിന്റെ നയം നടപ്പാക്കാത്തത് മാത്രമല്ല, ഇപ്പോൾ റെജിലുക്കോസ് തന്നെ ചൂണ്ടിക്കാട്ടി ഈ പോലീസ് ഉദ്യോഗസ്ഥരും ട്രാക്ക് റെക്കോർഡ് ശരിയല്ല, പൊതുസമൂഹത്തിന് ഈ ഉദ്യോഗസ്ഥരെ പറ്റി അഭിപ്രായമില്ല എന്നൊക്കെ പറയുന്നു. എന്നിട്ടും ഇവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുന്നുണ്ടല്ലോ. ഒരു MLAയോട് പേര് ചോദിക്കുക, MLAയുടെ കയ്യിൽ നിന്ന് മൈക്ക് തട്ടിപ്പറിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ സാഹചര്യം ഉണ്ടാവുന്നത് എങ്ങനെയാണ്? അത് പൊതുസമൂഹത്തിന് സ്വീകാര്യരല്ലാത്ത ഉദ്യോഗസ്ഥരെ ഈ ക്രമസമാധാന പാലന ചുമതലയിൽ തന്നെ നിലനിർത്തുന്ന വിധം പൊതുപ്രവർത്തകർക്ക് അപ്രാപ്യമാണ് പോലീസ് സ്റ്റേഷനുകൾ എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അങ്ങനെ പറയാൻ പറ്റത്തില്ല. അതെങ്ങനെയാ ഇന്ത്യയിൽ പിന്നെ ക്രിമിനൽ അല്ലെങ്കിൽ ഈ രീതിയിലുള്ള മാനസികാവസ്ഥയുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെ ശതമാനം 12%. നമ്മുടെ LDF സർക്കാർ 2016 അധികാരം വെക്കുമ്പോൾ അത് 6% കേരളത്തിൽ, ഇന്ത്യയിൽ. അത് പിന്നെ ദേശീയ ക്രൈം റെക്കോർഡിൽ പിന്നെ ആർഡറാണ്. ഇപ്പോഴത് 4.5%. LDF സർക്കാർ വന്നതിന് ശേഷം ഇത്തരം പിന്നെ മാനസികാവസ്ഥയുള്ള ഉദ്യോഗസ്ഥരുടെ പെർസെൻറ്റേജ് തന്നെ കുറഞ്ഞിരിക്കുന്നു. അവിടെ ഇവിടെയൊക്കെ തെറ്റുകാരായ ഉദ്യോഗസ്ഥരുണ്ട്. 100% പെർഫെക്റ്റ് ആയ ഒരു സംവിധാനം കേരളത്തിൽ കാണിക്കാൻ പറ്റുമോ? കേരളത്തിൽ ഇപ്പം ഇവിടെ പ്രശ്നം അതല്ല. ഇവിടെ ഇടതുപക്ഷത്തിന്റെ നേതൃത്വങ്ങൾ, LDF കൺവീനർ, ബഹുമാനപ്പെട്ട MLA ഒക്കെ പരസ്യമായിട്ട് ഇയാൾ ചെയ്തതിനെ വിമർശിച്ചിട്ടുണ്ട്. അത് ഉന്നത നിലയിലേക്ക് തന്നെ വിമർശനം കടന്നിട്ടുണ്ട്. പ്രസംഗത്തിന്റെ അടിസ്ഥാനത്തിൽ വിജിന്റെ മാത്രം അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലല്ല. MV ജയരാജൻ എന്താണ് പറയുന്നത്? ക്രമസമാധാന പാലനം പോലീസ് ഏറ്റെടുത്തിൽ നാട്ടുകാർക്ക് ഏറ്റെടുക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ അദ്ദേഹം അത് റെഫർ ചെയ്യുന്നത് പഴയങ്ങാടിയിലെ രക്ഷാപ്രവർത്തനത്തെക്കുറിച്ചാണ്. മുഖ്യമന്ത്രി വിശേഷിപ്പിച്ച രക്ഷാപ്രവർത്തനം ജനങ്ങൾക്ക് നടത്തേണ്ടി വന്നത് പോലീസ് ആ രക്ഷാപ്രവർത്തനം നടത്തിയില്ല എന്നുകൊണ്ടാണ്. അത് പഴയങ്ങാടിയിൽ മാത്രമല്ല, ഈ നവകേരള സദസ്സ് യാത്ര ചെയ്ത എല്ലായിടങ്ങളിലും നാം കണ്ടതാണ്. DYFI പ്രവർത്തകരും CPM പ്രവർത്തകരുമാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നത്. ആ രക്ഷാപ്രവർത്തനത്തിന് പോലീസ് ലഭ്യമല്ല. അതിനർത്ഥം എന്താണ്? ജയരാജന്റെ ഉദ്ദേശം എന്താണ്? ഇടതുമുന്നണി LDFന്റെ നയമല്ല പോലീസ് നടപ്പാക്കുന്നതെന്നല്ലേ? അല്ല, ഒരിക്കലും അജിംസ് അതിനെ വക്രീകരിച്ചത്. ഞാനത് വളരെ വ്യക്തമായിട്ട് തന്നെ കേട്ട ഒരാളാണ്. അത് തന്നെയല്ല, ഏരിയ സെക്രട്ടറി വിനോദ് അതിനെക്കുറിച്ചൊരു പരസ്യമായിട്ട് പ്രതികരിക്കുകയും ചാനലിൽ തന്നെ അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞു. അദ്ദേഹം എന്താ പറഞ്ഞേ? പഴവങ്ങാടി സബ് ഇൻസ്പെക്ടർ പോലീസ് ഈ സമയത്ത്, അതായത് മഞ്ചേശ്വരം മുതൽ ഇവിടം വരെ യാതൊരു പ്രശ്നമില്ലായിരുന്ന, യാതൊരു പ്രതിഷേധവും ഇല്ലായിരുന്ന ഒരു പിന്നെ നവകേരള സദസ്സിന്റെ യാത്രയ്ക്ക് ചെറിയ ചില പ്രശ്നങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പിന്നെ പാർട്ടി അറിഞ്ഞ ഉടൻ തന്നെ പിന്നെ പഴവങ്ങാടി പോലീസിന് റിപ്പോർട്ട് കൊടുക്കുകയും, എന്നാൽ പഴവങ്ങാടി പോലീസ് ആവശ്യമായ ഉദ്യോഗസ്ഥരെ അവിടെ ഡിപ്ലോയ് ചെയ്യാതെ ഉണ്ട്. അവിടെ ഇത്ര ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ DYFIയുടെ പ്രാദേശിക നേതാവ് ഈ പിന്നെ ആത്മഹത്യാ സ്ക്വാഡോ അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആക്രമിക്കാനുള്ള ശ്രമത്തിലാണെങ്കിൽ പോലും ആ വാഹനത്തിലേക്ക് ചാടി അയാളെ അതിൽ നിന്ന് മാറ്റാൻ ശ്രമിച്ചു. സ്വാഭാവികമായിട്ട് സദസ്സ് കഴിഞ്ഞു പോയ ആളുകളെല്ലാം അവിടെ കൂടി, അവിടെ പ്രശ്നമുണ്ടായി. അവിടെ പോലീസിന്റെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടായി എന്നുള്ള വിവരം ജനകീയ പിന്നെ അടിത്തറയുള്ള നേതാക്കന്മാര് ആക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെല്ലാം അഡ്രസ് ചെയ്യുന്നത്. അത് കേരളത്തിലെ പോലീസിന് മുകളിൽ ഇങ്ങനെ ചാർത്തുന്നത് അത് പരസ്യമായിട്ട് തന്നെ MV ജയരാജൻ മാത്രമല്ല, പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി, ആ പ്രദേശത്തെ ഏരിയ സെക്രട്ടറി വിനോദ് തന്നെ ഇന്ന് ചാനലിൽ പറഞ്ഞു. ഞാനുണ്ടായിരുന്ന ഒരു ചർച്ചയിൽ അദ്ദേഹം പറഞ്ഞതാണ്. അപ്പൊ അത്തരം വീഴ്ചകളെ ചൂണ്ടിക്കാണിക്കുന്നത് അതൊരു ജനകീയ ജനാധിപത്യ പിന്നെ സർക്കാരിന്റെ പ്രവർത്തകരെ ചൂണ്ടിക്കാണിച്ചാൽ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത്. കേരളത്തിൽ അതിനുശേഷം എവിടെയെങ്കിലും അങ്ങനെ ഒരു പ്രശ്നം ഉള്ളതായിട്ട് അഭിപ്രായ പ്രകാരം 12% മാത്രമാണ് ഇത്തരത്തിൽ സർക്കാരിനെ അനുസരിക്കാത്ത പോലീസ്, സർക്കാർ നയം നടപ്പാക്കാത്ത പോലീസ് ഉള്ളത്. ശ്രീ മുഹമ്മദ് ഷാ, അതിനങ്ങനെ കണ്ടാൽ മതിയോ? അതായത് കുറച്ച് പോലീസുകാർ പ്രശ്നക്കാരാണ്, അതിനെ CPMന്റെ പ്രവർത്തകർ തന്നെ ചൂണ്ടിക്കാട്ടുന്നു, തിരുത്താൻ ശ്രമിക്കുന്നു. അങ്ങനെയാണ് ഒരു ജനകീയ ജനാധിപത്യ സർക്കാർ പ്രവർത്തിക്കേണ്ടത്. അല്ലാതെ പോലീസ് മുഴുവൻ കുഴപ്പക്കാരില്ല, അങ്ങനെയാണോ? അല്ല, MV ജയരാജൻ സഖാവ് പറഞ്ഞത് പ്രകാരം ഇപ്പോൾ പോലീസിനെ കൊണ്ടിത് നടക്കത്തില്ല. അതായത് ഒരു പ്രകടനം വരുന്നു, അതിനെ തടയാൻ വേണ്ടിയിട്ടുള്ള പോലീസ് സന്നാഹം അവിടെ ഇല്ല. അത് പോലീസിനെ കൊണ്ട് പറ്റുന്നില്ലെങ്കിൽ ഈ വെളുത്ത ടീഷർട്ട് ഇട്ടിട്ട് ബാക്കിൽ ജീവൻ രക്ഷ എന്നിട്ട് ബ്രാക്കറ്റിൽ DYFI എന്നോ SFI എന്നോ CPM എന്നോ ഒക്കെ എഴുതി വെച്ചിട്ട് ഈ ജീവൻ രക്ഷ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം സ്ഥിരമായി ഇപ്പം നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് നടത്തിയതുപോലെ സ്ഥിരമായി എല്ലാ സ്ഥലങ്ങളിലും അറ്റ്ലീസ്റ്റ്
ജില്ലാ ഹെഡ്ക്വാർട്ടേഴ്സിലെങ്കിലും അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കേണ്ടി വരുമെന്നാണ് പറഞ്ഞതിനർത്ഥം. ഇതിനകത്തുള്ള പ്രശ്നം എന്താണെന്നറിയാമോ? അവിടെ കളക്ടറേറ്റിനുള്ളിലേക്ക് ആളുകൾ ഇടിച്ചു കയറി. അത് തടയുന്നതിൽ പോലീസിനൊരു വീഴ്ചയുണ്ടായി. ഇനി അത് തടഞ്ഞില്ല എന്നിരിക്കട്ടെ. തടഞ്ഞില്ല എങ്കിൽ കളക്ടറേറ്റിനുള്ളിലേക്ക് ഇടിച്ചു കയറുന്നത് 141-ന്റെ 3rd ലിമ്പ് പ്രകാരം ഒരു ഒഫൻസാണ്. ആ ഒഫൻസ് കമ്മിറ്റ് ചെയ്യുന്നതിന് വേണ്ടി അകത്ത് കയറി അത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി MLA വരുന്നു. MLA വന്നു കഴിഞ്ഞാൽ ഉദ്ഘാടനം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഒരു സമരം കളക്ടറേറ്റ് കോമ്പൗണ്ടിന്റെ ഉള്ളിൽ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നതാണ്. അത് ഉദ്ഘാടനം ചെയ്തത് ഒരു ഒഫൻസാണ് എന്ന കാര്യത്തിൽ അവർക്ക് ആർക്കും തർക്കമില്ല. അതിന് 143, 147, 283, 447, 149 വകുപ്പ് പ്രകാരം 100 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ഉദ്ഘാടനം ചെയ്ത MLAയുടെ പേര് ഇതിനകത്ത് കാണുന്നില്ല, ഇതിനകത്ത് പ്രതിസ്ഥാനത്ത് വന്നിട്ടില്ല. ഈ 100-ൽ ചിലപ്പോൾ നാളെ വരുമായിരിക്കും, എനിക്കറിയില്ല. ഇനി അതുപോലെ തന്നെ അവിടെ വെച്ച് തന്നെ അപ്പോൾ അവിടെ ഈ പോലീസ് ശ്രമിക്കുന്ന ജോലി ആ കോമ്പൗണ്ടിൽ നിന്ന് പുറത്തോട്ടിറക്കി ആ സമരം നടത്താൻ പറ്റുമോ എന്നുള്ളതാണ് അവർ ശ്രമിച്ചത്. എന്റെ ഒറ്റക്കാഴ്ചയിൽ എനിക്ക് മനസ്സിലായത് അങ്ങനെയാണ്. അങ്ങനെ ശ്രമിക്കുമ്പോൾ അതിന് തയ്യാറാകുന്നില്ല, പോലീസിന് ഫോഴ്സുമില്ല. അങ്ങനെ വന്നപ്പോൾ അതിലൊരു വനിതാ എസ് ഐ CRPCയുടെ 42-ാം വകുപ്പ് ഇൻവോക്ക് ചെയ്തുകൊണ്ട് അവർക്ക് നിയമപരമായി ചോദിക്കേണ്ട ഒരു ചോദ്യം, അത് MLA ആണെന്ന് ചിലപ്പോൾ ഒരുപക്ഷെ അവർക്ക് അറിയില്ലായിരിക്കും. ഇനിയിപ്പം 140 MLA ഒക്കെ പേരുകളൊക്കെ ഇനിയിപ്പം പാർട്ടി സെക്രട്ടറിമാരുടെയും ഒക്കെ പേരൊക്കെ ഇനിയിപ്പോൾ ട്രെയിനിങ് സമയത്ത് പഠിപ്പിക്കേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നു. ഏതായിരുന്നാലും അവർ പുറത്തോട്ട് അതേ പേര് ചോദിക്കാന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം CRPC പ്രകാരം പേര് അറിയില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് അവിടെയാണ് ഒരു പ്രശ്നമുള്ളത്. മുഹമ്മദ് ഷാജി ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. കണ്ണൂർ പോലൊരു ജില്ലയിൽ അവിടെ ക്രമസമാധാന പാലന ചുമതലയുള്ള ഒരു SIക്ക് ആ ജില്ലയിലെ ഒരു MLA അറിയില്ലെങ്കിൽ അതിനൊരു പ്രശ്നവും നിങ്ങൾക്ക് തോന്നില്ലേ? അല്ല, ഞാൻ പറയുന്നത് MLA അറിയില്ല എന്നതൊക്കെ ഒരു പ്രശ്നമാണ്. കാരണം MLA ഒന്നും അറിയേണ്ട കാര്യമില്ല, അത് ഒറ്റപ്പിടിയാണല്ലോ. മോളിൽ നിന്ന് ഒരൊറ്റ തീരുമാനം മാത്രമേ ഉള്ളൂ. MLAക്കൊന്നും പ്രത്യേകിച്ച് റോളൊന്നും ഉണ്ടാവണമെന്നൊന്നുമില്ല. MLAയോട് സംസാരിക്കുകയോ MLA ചെയ്യേണ്ട കാര്യമൊന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ പാർട്ടി കമ്മിറ്റി ആയിരിക്കും തീരുമാനിക്കുന്നത്. MLAക്കൊക്കെ മുകളിലായിരിക്കും പാർട്ടി ഓഫീസൊക്കെ ആയിരിക്കും തീരുമാനിക്കുന്നത്. നമുക്കറിയില്ല. എനിവേ അവർക്ക് അറിയാമെങ്കിൽ ആ പേര് ചോദിക്കില്ല എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അറിയില്ല എന്നതൊരു ഫാക്റ്റാണ്, അതിനകത്ത് തർക്കമൊന്നുമില്ല. അവർക്ക് ആ പേര് അറിയില്ല, വിജിന്റെ പേര് അറിയില്ല. വിജിൻ മാന്യനായ MLA അല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ പേര് അവർ ചോദിച്ചതിന് ഒരു സ്റ്റാറ്റ്യൂട്ടറി പ്രൊട്ടക്ഷൻ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ CRPCയുടെ 42-ാം വകുപ്പ് പ്രകാരം ആ പേര് ചോദിക്കാം വേണമെങ്കിൽ. ഒരു ഒഫൻസ്, ഈ 186 IPC ഒഫൻസ് അവിടെ കമ്മിറ്റ് ചെയ്യപ്പെടുകയാണ്. കാരണം ഇത് ഒരു ഉദ്യോഗസ്ഥന്റെ, ഒരു പബ്ലിക് സർവന്റിന്റെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തുന്നു എന്ന ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്യപ്പെടുന്നു എന്ന് ബോധ്യം വന്നാൽ ആ ഒഫൻസ് കമ്മിറ്റ് ചെയ്ത സീനാണത്. ആ സീനിൽ വെച്ച് നിയമപരമായി ചോദിക്കുന്നതിൽ നിയമപരമായി തടസ്സമില്ല. പക്ഷെ ചോദിച്ചതിന് ശേഷം സംഭവിച്ചത് എന്താണ്? അവര് പബ്ലിക് സർവന്റിനെ തടഞ്ഞു എന്ന ഒരു ക്രൈമില്ല. MLA പറയുന്നു ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നേ ഉള്ളൂ, ഞാൻ അതിന്റെ ഡെമോൺസ്ട്രേഷന്റെ ഭാഗമല്ല എന്ന് പറയുന്നു. MLA അങ്ങനെ പറഞ്ഞാൽ ഉടനെ MLAയുടെ പേര് അതിന് ഒഴിവാകുന്നു. ഇനി 186 പ്രകാരമുള്ള ഒരു ക്രൈം അവിടെ എടുത്തിട്ടില്ല. ഇതൊക്കെ ബാധകമാകുന്നത് ആർക്കാണ്? ഇനി അതിന്റെ പേരിൽ MLAയുടെ ഒരു പരാതി ഉണ്ട് കേട്ടോ. MLAയുടെ ഒരു പരാതി, MLAയുടെ പേര് ഇതിന്റെ പേരിൽ ഒരു പരാതി കൊണ്ട് അതിനെതിരെ അന്വേഷണവും കാര്യങ്ങളൊക്കെ നടക്കുന്നു. ഇതൊക്കെ ആർക്കാ ബാധകം? ഇതൊക്കെ ഒരു പക്ഷത്തിന് മാത്രം ബാധകമാണ്. മറുപക്ഷത്ത് ഒന്നും യാതൊരു മര്യാദയില്ല. അത് കഴിഞ്ഞ ദിവസം പാലാരിവട്ടത്തൊക്കെ നടന്ന കാര്യങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ യാതൊരു മര്യാദയുമില്ല. പ്രതിപക്ഷത്തിന്റെ ജോലിയാണ് സർക്കാരിനെതിരെയുള്ള സമരങ്ങൾ ചെയ്യുക എന്ന, ജനാധിപത്യപരമായി ജനങ്ങൾക്ക് നീതി ലഭിക്കുന്നതിന് വേണ്ടിയും കറക്ഷൻ അഡ്മിനിസ്ട്രേഷൻ നടത്തുന്നതിന് വേണ്ടി സമരം ചെയ്യൽ പ്രതിപക്ഷത്തിന്റെ ധർമ്മമാണ്. ആ ധർമ്മം എന്ന നിലയ്ക്ക് ചില കാര്യങ്ങളിൽ പോയിന്റ് ഔട്ട് ചെയ്ത തെറ്റുകൾ റേസ് ചെയ്തുകൊണ്ട് സമരം ചെയ്യുമ്പോൾ അവരെ എങ്ങനെയെങ്കിലും നോൺ ബൈലബിൾ ഇട്ട് പൂട്ടുകയാണ്. ആരുടെയും പേരതിനെ തെളിച്ചെടുക്കാൻ ധൈര്യം കാണിക്കുകയാണ്. ഇത് നടക്കുകയും അത് പോലീസ് അതൊക്കെ നടക്കുമ്പം അവർ പോലീസിനെ ന്യായീകരിക്കുകയാണ്. ആ ഇല്ലീഗാലിറ്റി ഒക്കെ നടക്കുമ്പോൾ പോലീസിനെ ന്യായീകരിക്കുകയാണ്. മറുപക്ഷത്ത് MLAയുടെ പേര് ചോദിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ട് അത് തെറ്റാണെന്നും പറയുകയാണ്. ഞാൻ ഈ ഇരട്ടത്താപ്പുണ്ടല്ലോ, നമ്മളിപ്പോ പോലീസ് സേന ഒരു കാര്യം നടത്തുമ്പോൾ തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ജനറലായ ആക്ഷൻസ് നമുക്ക് എടുക്കാം. പോലീസ് സേന പൊതുവായി നടക്കും. ഒരു പർട്ടിക്കുലർ ഇൻസിഡന്റിൽ സാധാരണ ഒരു ഇൻവെസ്റ്റിഗേഷൻ ആയാലും ഒരു ലോ ആൻഡ് ഓർഡർ ആയാലും ഒക്കെ ആ പർട്ടിക്കുലർ ആ ലോ ആൻഡ് ഓർഡർ സീനിൽ പ്രസന്റ് ആയിട്ടിരിക്കുന്ന പോലീസ് ഓഫീസർക്ക് ചില ആക്ഷൻസ് ഒക്കെ എടുക്കേണ്ടി വരും. അതിന് കുറേ ഡിസ്ക്രിപ്ഷൻസ് അയാൾക്കുണ്ടാവും. ഇൻവെസ്റ്റിഗേഷന്റെ കാര്യത്തിലാണെങ്കിൽ ആ പോലീസ് ഓഫീസർ സ്വന്തം ഡിസ്ക്രിപ്ഷനിൽ ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് കൊണ്ടുപോകാം. ഇന്റർഫറൻസ് ഒന്നും സാധിക്കാത്ത സാഹചര്യമുണ്ട്. അങ്ങനെയൊക്കെയാണ് നമ്മുടെ സിസ്റ്റം ഫംഗ്ഷൻ ചെയ്യുന്നത്.
അവിടെ തിട്ടൂര പറക്കാണ്. നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ ഞങ്ങളുടെ ടീഷർട്ടുകാരെ ഞങ്ങൾ ഇറക്കിയിട്ട് ഞങ്ങൾ പിന്നെ ജീവൻ രക്ഷാ പ്രവർത്തനം നടത്തിക്കളയും എന്നൊക്കെ പറഞ്ഞുന്ന ഒരു ആഹ്വാനം ഒരു സൈഡിൽ നടത്തുമ്പോൾ മറു സൈഡിൽ ഇതേ പോലീസ് നടത്തുന്ന തെറ്റായ സമീപനങ്ങളെ നിങ്ങൾ പറയുന്ന പൊതുപ്രവർത്തകരോട് മാന്യത വേണമെന്നല്ലേ? ആ പൊതുപ്രവർത്തകരോടുള്ള മാന്യത, പൊതുപ്രവർത്തനം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഉണ്ടായാൽ മാത്രമേ ഉള്ളൂ മാന്യതയുടെ ആവശ്യമുള്ളൂ. മറ്റുള്ളവർക്ക് വേണ്ടേ? എംപിമാര് MLA മാരും ഒക്കെ കഴിഞ്ഞ ദിവസം പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ നടന്ന സംഭവങ്ങളൊക്കെ നോക്കുമ്പോൾ അവരൊക്കെ പ്രശ്നങ്ങൾ തണുപ്പിക്കാൻ ശ്രമിച്ചവരോട് പോലും വളരെ എന്താ പറഞ്ഞത്, യാതൊരു ബഹുമാനവും കൊടുക്കാതെ പ്രവർത്തിക്കുന്ന രീതിയല്ലേ അവർ, എംപിമാരും MLA മാരല്ലേ അവര്. അപ്പൊ അവിടെ നടക്കുന്ന ഈ ഇരട്ടത്താപ്പുണ്ടല്ലോ, ഈ ഇരട്ടത്താപ്പ് മനസ്സിലാക്കിയിട്ട് ഇനി 2% ആളുകളെ ഇങ്ങനെ ഉള്ളൂ എന്ന് അവർ പറയുന്നത് തെറ്റാണ്. കേരളത്തിലെ മുഴുവൻ പോലീസിനും അല്ല, പറഞ്ഞു വരുന്നത് എന്താണ്, ഈ പോലീസ് നടപ്പിലാക്കുന്നത് LDF സർക്കാരിന്റെ നയമാണ് എന്നാണോ, അതല്ല പിണറായി വിജയൻ പോലീസിനെ കയറൂരി വിട്ടു എന്നാണോ? ഈ പോലീസ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് പിണറായി വിജയന്റെ താല്പര്യം നടപ്പാക്കും. പിണറായി വിജയന്റെ താല്പര്യത്തിന് വിരുദ്ധനാണോ വിജിൻ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ടാണോ വിജിനെതിരെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. എന്നെ സംബന്ധിച്ച് അവരുടെ ആ പാർട്ടിക്കുള്ളിലെ പൊളിറ്റിക്സ് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. വിജിനെതിരെ മാത്രം ചെയ്യാനും മറ്റുള്ളവർക്ക് ചെയ്യാതിരിക്കാനും ഉണ്ടോന്ന് എനിക്ക് മനസ്സിലാകുന്നത്. ഏതായാലും കോൺഗ്രസ്സുകാരുടെ കാര്യത്തിൽ, UDFകാരുടെ കാര്യത്തിൽ പിണറായി വിജയന് വളരെ കറക്റ്റായ നയമുണ്ട്. ഒരു വിട്ടുവീഴ്ചയും ഒരു സ്ഥലത്തും പ്രതിപക്ഷത്തിന്റെ സമരങ്ങൾക്ക് ചെയ്യുന്നില്ല. SFIക്കാരുടെ സമരം കണ്ടപ്പോൾ നിങ്ങൾ കണ്ടില്ല, SFIക്കാര് ഗവർണർക്കെതിരെയുള്ള സമരവുമായി ബന്ധപ്പെട്ട് ഗവർണർക്കെതിരെയുള്ള സമരം ഗവർണറെ ഒന്നും നമ്മൾ പിന്തുണയ്ക്കുന്നില്ല, ഗവർണർ നയങ്ങളോടൊന്നും യോജിക്കാനും പറ്റില്ല. പക്ഷേ ആ സമര രൂപത്തില് അവരെ വിളിച്ചുകൊണ്ട് പോകുന്ന ഒരു രീതി കണ്ടായിരുന്നു. പോലീസുകാരെ അവരെ അറസ്റ്റ് ചെയ്ത് പെട്ടെന്ന് അവരെ തണുപ്പിക്കുന്നു, DYFI സഖാവരെ തണുപ്പിക്കുന്നു, ഒരു വനിതാ നേതാവിനെ തണുപ്പിക്കുന്നു, അവരോട് ക്ഷമാപണം നടത്തുന്നു, പോലീസ് തന്നെ ക്ഷമാപണം നടത്തുന്ന രൂപമൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. മറുസൈഡിൽ തല്ലി ഒതുക്കുകയാണ്. പോലീസ് മാത്രമല്ല, ഈ ടീഷർട്ട് ഇട്ട ജീവൻ രക്ഷാ പ്രവർത്തകരും കൂടെ ചേർന്നിട്ടാണ് ഈ പണി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അവിടെ ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഏതിനെയാണ് തെറ്റാന്ന് പറയുന്നത്? നിങ്ങൾ ഈ 2%, 6%, 8% കേരളത്തിലുടനീളം ഈ സർക്കാരിനെതിരെ ശബ്ദിക്കുന്നവരെ അടിച്ചൊതുക്കുന്നുണ്ട്. അതൊരു സൈഡിൽ നടക്കുന്നുണ്ട്. മറു സൈഡില് നിങ്ങളിപ്പോ ഇത്രയൊക്കെ പറഞ്ഞല്ലോ, പേരൊക്കെ വിളിച്ചു എന്ന്. ഇതിന് ശേഷം പാർട്ടി സെക്രട്ടറിയുടെ ആഹ്വാനത്തിന് ശേഷം LDF കൺവീനർ പറഞ്ഞതിന് ശേഷം ആ പോലീസ് ഓഫീസറുടെ വിരൽ ഉയർത്താൻ പേടിയായിട്ടുണ്ട്. അനക്കമില്ല. കാരണം ഒരു 186 ക്രൈം അവിടെ നടന്നിട്ടുണ്ട്. അതിലേക്കൊന്നും പോകാനൊന്നും അവർക്ക് ധൈര്യമില്ല. അപ്പോൾ ഇതൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്കുള്ളൊരു ഭീഷണി ഭാവിയിൽ പോലീസിന് പാർട്ടി ഇടപെട്ടാൽ പിന്നെ അനങ്ങാൻ സാധിക്കില്ല എന്ന ഒരു തിട്ടൂരമാണത്. ഇതൊന്നും പാടില്ലാത്തതാണ്. തെറ്റ് കണ്ടാൽ എതിർക്കണം. MLA മാരോട് ബഹുമാനം വേണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല. എനിക്ക് എന്റെ ഒറ്റ നോട്ടത്തിൽ, ഞാനിപ്പോൾ 2 തവണ വിഷ്വൽസ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് മനഃപൂർവ്വമായിരിക്കണമെന്നില്ല. അവരോട് പേര് ചോദിച്ചു എന്നത് ശരിയാണ്, അത് മനസ്സിലായിട്ടില്ലാത്തതുകൊണ്ടായിരിക്കും. ന്യായമായിട്ടും ഒരു പോലീസുകാരൻ, ഒരു പോലീസ് ഓഫീസർ ഒരു MLA കണ്ടാൽ MLAയുടെ പേര് മനസ്സിലായിട്ടുണ്ടെങ്കിൽ പേര് ചോദിക്കില്ല. പക്ഷെ ചോദിച്ചു എന്നതൊരു വലിയ തെറ്റായിട്ടാണ് പറയുന്നത്. എനിക്കറിയില്ല, അറിയാതെയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ ഒരു 140 MLAയുടെ പേര് ഒരാൾക്ക് അറിയില്ല, അല്ലെങ്കിൽ ആ ജില്ലയിലെ 14 MLA 12 MLA ഒരാളുടെ പേര് അറിയില്ല. അറിയാതെ പോയി എന്നതിന്റെ പേരിൽ കേരളത്തിൽ വലിയ ആഹ്വാനങ്ങളൊക്കെ നടത്തേണ്ട കാര്യമുണ്ടോ? ശരി മുഹമ്മദ് ഷാ, ഞാൻ മടങ്ങി വരാം. ശ്രീ സുഭാഷ് ബാബു, കേരളത്തിൽ കമ്മ്യൂണിറ്റി പോലീസിംഗ് ആണ് നടക്കുന്നത് എന്നാണ് വെപ്പ് അങ്ങനെയാണ് പ്രഖ്യാപിക്കുന്നത്. കോടിയേരി ബാലകൃഷ്ണന്റെ കാലം മുതൽ ഈ ജനമൈത്രി പോലീസിംഗ് സംവിധാനം ഊർജിതമാക്കുന്നുണ്ട്. അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി പോലീസിംഗ് ആണെങ്കിൽ ഒരു സ്ഥലത്തെ, ഒരു ജില്ലയിലെ ഒരു SIക്ക് അവിടെ ഒരു MLA അറിയാൻ കഴിയാതെ വരുമോ? അങ്ങനെയാണെങ്കിൽ ഈ കമ്മ്യൂണിറ്റി പോലീസ് സംവിധാനത്തിന് എന്തോ ഒരു പ്രശ്നമല്ലേ? അല്ല, കമ്മ്യൂണിറ്റി പോലീസ് എന്ന് പറയുന്ന സംവിധാനങ്ങൾ ഇപ്പോൾ വളരെ വീക്കാണ്, നമുക്കൊക്കെ അറിയാം. പണ്ട് അത് തുടങ്ങിയ കാലത്ത് അത് കുറച്ച് വർഷങ്ങൾ നടന്നു. പക്ഷേ ഇപ്പോഴെ സംബന്ധിച്ചിടത്തോളം അത് പേരിന് അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി പോലീസിംഗ് എന്ന പേരുണ്ട്. അപ്പം കമ്മ്യൂണിറ്റി ആയിട്ട് ബന്ധപ്പെടുന്ന സംവിധാനങ്ങളൊക്കെ ഇപ്പം ഏതാണ്ട് മരവിച്ചുണ്ട് എന്ന് പറയാം. പക്ഷേ അത് ഉണ്ട് എന്ന് നമുക്ക് അനുഭവവേദ്യമായിട്ട് വരുന്നില്ല എന്നുള്ള ഒരു സത്യമാണ്. പക്ഷെ എന്തായാലും ശരി, കമ്മ്യൂണിറ്റി പോലീസ് പണ്ട് മുതലേ പോലീസാണ്. പിന്നെ കമ്മ്യൂണിറ്റി പോലീസിന് ഒരു പുതിയ പേര് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. പണ്ട് മുതൽ, അതായത് കേരള പോലീസ് തുടങ്ങിയ കാലം മുതൽ എങ്ങനെയാണ് പോലീസ് പെരുമാറേണ്ടതെന്ന് എഴുതി വെച്ചിരിക്കുന്നത് ഈ കേരള പോലീസ് മാനുവലിലുണ്ട്, കേരള പോലീസ് ആക്ടിലുമുണ്ട്. അതിനനുസരിച്ചുള്ളതാണ് നടന്നുകൊണ്ട്. അതിൽ നിന്ന് അല്പസ്വല്പ വ്യത്യാസം വരുത്തിയിട്ടാണ് നമ്മൾ ഈ കമ്മ്യൂണിറ്റി പോലീസ് എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയത്. എന്തായാലും അത് നല്ലതാണ്. കുറേയൊക്കെ അതുകൊണ്ട് വ്യത്യാസം വന്നിട്ടുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇവിടെ സംബന്ധിച്ചിടത്തോളം, പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചിടത്തോളം സാധാരണഗതിയിൽ ആ പോലീസ് സ്റ്റേഷൻ, ആ ഒരു ജില്ലയിലുള്ള MPമാർ MLAമാരെയൊക്കെ അറിയാനുള്ള സാധാരണമായ ഒരു മര്യാദ ആ പോലീസ് ഉദ്യോഗസ്ഥന്മാർ കാണിക്കണം. പക്ഷെ അറിഞ്ഞുകൊള്ളണം,
അറിഞ്ഞില്ലെങ്കിൽ അതെന്തോ ഒരു അപരാധമാണ് എന്നുള്ള രീതി നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. കാരണം എല്ലാ പോലീസ് ഉദ്യോഗസ്ഥന്മാരും രാഷ്ട്രീയമായിട്ട് നേതാക്കന്മാരെയൊക്കെ പഠിച്ച് ജോലി ചെയ്യുന്നു എന്നുള്ള അവരോട് ജോലി ചെയ്യുക, അവരോട് പറയുന്ന ജോലി ചെയ്ത് പോകുന്ന ആളുകളാണ്. അവരൊന്നും അതിൽ നിഷ്കർഷിക്കാത്ത ഒരുപാട് ആളുകളുണ്ട്. അപ്പം അവരുടെ മേലുദ്യോഗസ്ഥന്മാരെ പോലും അറിയാത്ത ഒരുപാട് ഉദ്യോഗസ്ഥന്മാരെ നമുക്കറിയാം. നമുക്കിപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഇപ്പോഴത്തെ DGP യാത്ര ചെയ്ത് വരുന്ന അവസരത്തിൽ അദ്ദേഹം ഒരു റെയിൽവേ സ്റ്റേഷനിൽ പെട്ടെന്ന് എന്തോ ആവശ്യത്തിന് ആരെ നോക്കാൻ വേണ്ടിയിട്ട് ആ ഡോറിൻ്റെ അടുത്ത് ചെന്നു. അപ്പോൾ അതിനപ്പുറത്ത് നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരെല്ലാം അന്തം പെട്ടിങ്ങനെ നിൽക്കുക, ആരാന്ന് മനസ്സിലാവുന്നില്ല. DGP എന്നവർക്ക് അദ്ദേഹം മഫ്റ്റിയിൽ ഒരു ബനിയം മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അതിൽ ഇടയിൽ ഒരു പോലീസുകാരൻ അവിടെ നിന്നിട്ട് അതാ DGP എന്ന് പറയുമ്പോൾ പടപടപടാന്ന് സല്യൂട്ട് ചെയ്യുന്നത് കണ്ടു. അപ്പോൾ ഒരു DGP പോലും അവർക്ക് തിരിച്ചറിയാൻ വയ്യാത്ത സംവിധാനം ഞാൻ നേരിട്ട് കണ്ടതാണ്. 2 മാസം മുമ്പ് ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ കണ്ട ഒരു കാഴ്ചയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് അറിയണം എന്നുള്ള നിർബന്ധമാണ്. പ്രത്യേകിച്ച് DGP അറിയണം എന്നുള്ള നിർബന്ധമായിട്ട് പറയുന്നുണ്ട്, തിരിച്ചറിഞ്ഞിരിക്കണം എന്ന് പറയുന്നുണ്ട്. പക്ഷെ അതുപോലും നടക്കാത്ത ഒരു സാഹചര്യത്തിൽ MLA അറിയേണ്ട ഒരു സാധാരണ മര്യാദ എന്നുള്ള രീതി പോലീസ് ഉദ്യോഗസ്ഥന്റെ കടമ എന്നുള്ള രീതി നമുക്ക് എടുക്കാം. പക്ഷേ നിയമപരമായ ബാധ്യതയല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. പക്ഷെ ഇവിടെ നേരത്തെ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ പറഞ്ഞ പ്രകാരം നമ്മൾ ഒരു സമരം ചെയ്യുന്ന അവസരത്തിൽ നേരത്തെ പോലീസിനെ അറിയിക്കുക, പോലീസ് തീർച്ചയായിട്ടും അതിന് ഒരു മുൻകരുതൽ എന്നുള്ള രീതിയിൽ ക്രമസമാധാന പാലനം ചെയ്യണം എന്നുള്ള രീതിയിൽ അവിടെ ആളുകളെ ഡിപ്ലോയ് ചെയ്യേണ്ടതായിരുന്നു. വരുന്നവരെ സമര ഗേറ്റിന് മുമ്പ് ഏതെങ്കിലും സൗകര്യമുള്ള സ്ഥലത്ത് വെച്ച് ഇന്റർസെപ്റ്റ് ചെയ്യണമായിരുന്നു. അത് ചെയ്യപ്പെട്ടില്ല എന്നുള്ള അവരുടെ വീഴ്ചയാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഇവർ ഉള്ളിൽ കയറുന്നു എന്ന് പറയുന്നത് ഒരു ട്രസ്പാസായി. കാരണം അതിനിപ്പോൾ കേസെടുത്തിട്ടുണ്ട്, അതിന് പ്രധാനപ്പെട്ട വകുപ്പുകളുണ്ട്. പിന്നെ ഉദ്യോഗസ്ഥന്മാരുടെ 186 എടുത്തിട്ടില്ല എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതിനകത്തൊരു വീഴ്ചയാണ്. എന്തായാലും ശരി, കേസെടുക്കുമ്പോൾ എന്തായാലും ശരി വെള്ളം ചേർക്കുന്ന ഒരു സ്വഭാവം സാർവത്രികമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അത് വേണമെങ്കിൽ പിന്നെ കൂട്ടിച്ചേർക്കാവുന്നേ ഉള്ളൂ. പക്ഷേ അങ്ങനെ അതിനുള്ളിൽ കയറുന്നു എന്ന് പറയുമ്പോൾ അവർ കുറ്റം ചെയ്തു എന്ന് അവർക്ക് തന്നെ ബോധ്യമുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം അത് ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവിടെ താമസിച്ചാണ് എത്തിയത്. അപ്പോൾ അവരെത്തിക്കഴിഞ്ഞപ്പോൾ അവർ ഭയന്നു പോയി. കാരണം ഇതിനുള്ളിൽ കയറി ഇവിടുന്ന് ഉദ്ഘാടനം നടത്തിയെന്ന് പറഞ്ഞാൽ അവർക്ക് ഡിപ്പാർട്ട്മെന്റ് വരുമ്പോൾ തലത്തിൽ നടപടി വരുമെന്നുള്ളത് അവരുടെ വീഴ്ചയായിട്ട് കണക്കാവുന്നവർ അവരെ സംബന്ധിച്ചിടത്തോളം ഇവരെ എങ്ങനെയുള്ള ഇത് പുറത്താക്കി കിട്ടണമെന്നുള്ളത് എന്തൊക്കെയോ ചെയ്തു. അവരുടെ പരിഭ്രമത്തിന്റെ ഇടയിൽ ചെയ്ത അബദ്ധങ്ങളാണ് അവിടെ സംഭവിച്ചു പോയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ശരി, അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളിൽ നിന്ന് മയക്ക് വിരിച്ച് വാങ്ങിക്കാന്നൊക്കെ പറഞ്ഞത് ധിക്കാരപരമായ നമ്മൾ സാധാരണ അതങ്ങനെ സംഭവിച്ചു പോയി കഴിഞ്ഞാലും കേസെടുക്കുന്ന പരിപാടികൾ പാടില്ലെങ്കിൽ പോലും കേസെടുക്കുന്ന നടപടിയെ നമ്മൾ സാർവത്രികമായിട്ട് ചെയ്തുകൊണ്ടിരുന്നുള്ളൂ. അതിൻ്റെ ഇടയിൽ ഇന്റർസെപ്റ്റ് ചെയ്തിട്ട് നമ്മൾ അവരെ പിടിച്ച് പുറത്താക്കുമ്പോൾ ഒരു ക്രമസമാധാന പ്രശ്നം നമ്മൾ പുതുതായിട്ട് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകരുത്. അവിടെ സംയമനം പാലിക്കേണ്ടതായിരുന്നു. എന്തായാലും പോലീസിന് പൊതുവിലെ ഒരു വീഴ്ച അവിടെ സംഭവിച്ചിട്ടുണ്ട്, അതില്ല എന്ന് ഞാൻ പറയുന്നില്ല. എന്നിരുന്നാൽ തന്നെയും നമ്മൾ അവിടെ രണ്ടു കൂട്ടരും വിവേചനപരമായിട്ട് പെരുമാറി. MLA പേര് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ അറിയില്ലേ, ഞാൻ ഇന്നടത്ത് MLA അല്ലേ എന്ന് പറഞ്ഞാൽ ഞാൻ MLA ആണെന്ന് പറഞ്ഞാൽ ആരെങ്കിലും പറഞ്ഞാൽ അപ്പോൾ അവിടെ തീരും പ്രശ്നം. അപ്പോൾ അവരെന്തായാലും സാർ സോറി സാർ എന്ന് പറയും, നിർബന്ധമാണ്. അപ്പം ഇത് രണ്ടാളും ഈഗോ വെച്ച് കളിക്കുമ്പോൾ അവർക്ക് അജ്ഞത കൊണ്ടായിരിക്കും ഇവർ ഈഗോ വെച്ച് കളിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതൊക്കെ നമുക്കൊരു സാധാരണ മാനുഷിക പരിഗണന വെച്ചിട്ട് കുറ്റങ്ങളും തെറ്റുകളും ഒക്കെ വീഴ്ചകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംഭവിക്കുന്നത് അത് ആ സ്ഥലത്ത് നിന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുക എന്നുള്ള ഒരു സാമാന്യ ബുദ്ധി അവിടെ കാണിച്ചിരുന്നുവെങ്കിൽ നമുക്ക് പ്രശ്നം ഒഴിവാക്കാമായിരുന്നു. ഇത് വെറുതെ വഷളായി. പോലീസിനെ കുറ്റം പറയുന്നു, തിരിച്ചു കുറ്റം പറയുന്നു, പോലീസിനെ വെല്ലുവിളിക്കുന്നു, പോലീസിനെ ഭീഷണിപ്പെടുത്തുന്നു. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതെന്തായാലും ശരി, ഭരണ സംവിധാനം നിർവഹിക്കുന്ന ആളുകൾക്കും അതുകൊണ്ട് പോലീസിന് അതിനേക്കാൾ കൂടുതൽ അഭിമാനക്ഷതവും അവരെ സംബന്ധിച്ചിടത്തോളം നിർവീര്യതയുടെ ഒരു ചോദ്യമായിട്ടാണ് ഇവിടെ ഞാൻ കാണുന്നത്. ശരി, ശ്രീ റെജി ലൂക്കോസ്, കേരളത്തിലൊരു കമ്മ്യൂണിറ്റി പോലീസിംഗ് സംവിധാനം ജനമൈത്രി പോലീസ് എന്ന പേരിൽ ഉണ്ടായിരുന്നു. ആ കമ്മ്യൂണിറ്റി പോലീസിങ്ങിൻ്റെ ഏറ്റവും ഒരു ഗുണപരമായ വശം എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് ഈ പോലീസിങ്ങിൽ പങ്കാളിത്തമുണ്ട്, അല്ലെങ്കിൽ ജനങ്ങൾക്ക് തെറ്റായ കാര്യങ്ങൾ തിരുത്താനുള്ള അവസരമുണ്ട് എന്നായിരുന്നു. സുഭാഷ് ബാബു പറയുന്നതനുസരിച്ചും നമ്മുടെ അനുഭവങ്ങൾ വെച്ചും ഇപ്പം അങ്ങനെ ഒരു അവസരമില്ല ജനങ്ങൾക്ക് എന്നല്ല, പൊതുപ്രവർത്തകർക്ക് പോലും ആ അവസരമില്ല എന്ന അഭിപ്രായം പൊതുവേ ഉണ്ട്. അത് പ്രതിപക്ഷം മാത്രമല്ല, ഭരണപക്ഷത്ത് CPM-ൻ്റെ അകത്തെ പ്രവർത്തകർക്ക് പോലും അവർ പരസ്യമായി പ്രകടിപ്പിക്കുന്നില്ലെന്നും അത് പറയാറുണ്ട്. അതല്ലേ യഥാർത്ഥത്തിലുള്ള പ്രശ്നം? പോലീസിനെ സ്വതന്ത്രമാക്കി വിടുന്നു, പോലീസിൻ്റെ ആത്മവീര്യം തകർക്കരുതെന്ന് ആഭ്യന്തരമന്ത്രി മുഖ്യമന്ത്രിയുമായ പിണറായി വിജയൻ ആവർത്തിച്ച് പറയുമ്പോൾ അവർ ആത്മവീര്യം പ്രകടിപ്പിക്കുകയാണെന്നേ, അവർ സ്വതന്ത്രരാവുകയാണെന്നേ നിങ്ങളിൽ നിന്ന്. അല്ല, അതിൻ്റെ മറുപടി വ്യക്തമായിട്ടും അതിന് മറുപടി ഉണ്ട്. അതിലേക്ക് വരുന്നതിന് ബഹുമാനപ്പെട്ട എൻ്റെ സുഹൃത്തുകൂടിയായ മുഹമ്മദ് ഷാ അഡ്വക്കേറ്റ് പറഞ്ഞതിന് ഒരു മറുപടി ഉണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, പിന്നെ നമ്മുടെ നവകേരള സദസ്സിൻ്റെ കേരളത്തിലെ അഭൂതപൂർവമായ വിജയം, ഇതിൽ പരിഭ്രാന്തരായിട്ട് ഇതിൽ എന്തെങ്കിലും ഒരു രക്തസാക്ഷിയെ സൃഷ്ടിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ടെന്നുള്ള വിവരം പ്രമുഖനായ ഒരു മാധ്യമപ്രവർത്തകൻ്റെ പിന്നെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് നമ്മളൊക്കെ ചർച്ച ചെയ്തിട്ടാണ്. അതുപോട്ടെ, കേരളത്തിൽ തിരുവനന്തപുരത്ത് വെച്ച് ഞങ്ങൾ കാട്ടിത്തരാം, തിരുവനന്തപുരത്ത് വെച്ച് കാണിച്ചു തരാമെന്നൊരു കലാപാഹ്വാനം KPCC പ്രസിഡന്റ്
കെ സുധാകരൻ ഡൽഹി വെച്ച് നടത്തി. ആ പതിവിന് വിരുദ്ധമായിട്ട് അസാധാരണമെന്നോണം യൂത്ത് കോൺഗ്രസിൻ്റെ സമരത്തിൻ്റെ മുൻനിരയിൽ തന്നെ പ്രകടനമായി കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് അണിനിരക്കുന്നു. കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും കേരളത്തിലെ പോലീസ് സേനയുടെ മുമ്പിലേക്ക് അല്ലെങ്കിൽ പോലീസുകാരെ അവരുടെ തന്നെ ലാത്തി പിടിച്ചുകൊണ്ട് ആക്രമിക്കുകയും മർദ്ദിക്കുകയും ചെയ്തു. തിരിച്ചൊരു ആക്രമണം ഉണ്ടായി. ഒരു രക്തച്ചൊരിച്ചിലുണ്ടാകാനുള്ള കഠിനമായ ശ്രമം അവിടെ നടത്തിയിട്ടും കേരള പോലീസിൻ്റെ ഭാഗത്തു നിന്ന് യാതൊരു പ്രകോപനം ഉണ്ടായില്ല. യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റിൻ്റെ തലയ്ക്ക് അടിയേറ്റു എന്നുള്ള വ്യാജേന നടത്തിയ നാടകങ്ങൾ പൊളിഞ്ഞുപോയി. ആശുപത്രി ചെന്നപ്പോൾ മഷിയിട്ട് തലയിലൂടെ രക്തം വരുത്തിയ ചിത്രങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അതേ പോലീസ് തന്നെയാണ് കേരളത്തിലെ ജനങ്ങളുടെ സംരക്ഷണ വലയം തീർക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ബഹുമാനപ്പെട്ട കോടിയേരി ബാലകൃഷ്ണൻ കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയായിരുന്നപ്പോഴാണ് നിങ്ങളിപ്പോൾ ഈ പറഞ്ഞ ജനകീയ ഒരു പോലീസ് തന്നെ കേരളത്തിൽ വരുന്നത്, കമ്മ്യൂണിറ്റി പോലീസ് കേരളത്തിൽ വരുന്നത്. അതിന് യാതൊരു മാറ്റവും കേരളത്തിൽ ഉണ്ടായിട്ടില്ല. എന്നാൽ ഈ പറയുന്ന ജനങ്ങളുമായി ബന്ധപ്പെട്ട പോലീസ് സേനയ്ക്ക് റജിയുടെ അയൽപക്കത്ത് ഒരു പ്രശ്നമുണ്ടായാൽ ധൈര്യമായി നീതി മേടിച്ചു കൊടുക്കാമെന്ന പ്രതീക്ഷയോടെ ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ CPM പ്രവർത്തകൻ കൂടിയായ റജിക്ക് കയറി ചെല്ലാൻ പറ്റുമോ? എന്താ അജിംസിന് സംശയം? അജിംസിന് കയറി ചെല്ലാമല്ലോ. കേരളത്തിലെ ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിൽ നീതിപരമായൊരു ആവശ്യത്തിന് അല്ലാതെയും ചെല്ലുന്നൊരു പോലീസ് സ്റ്റേഷനിൽ ഏതെങ്കിലും രീതിയിലുള്ളൊരു മർദ്ദനമോ മോശമായ പെരുമാറ്റമോ ഉണ്ടായെന്ന് നിങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചാൽ അത് കൃത്യമായ രീതിയിൽ എൻ്റെ അധികാരങ്ങളിൽ എത്തിക്കാം. ഇതുവരെ അങ്ങനെ പരാതി ആരും പറഞ്ഞിട്ടില്ല. ഞങ്ങളൊക്കെ പോലീസ് സ്റ്റേഷനിൽ നിരന്തരമായിട്ട് പോകുന്നില്ലെങ്കിലും പ്രവർത്തകരുടെയും അല്ലാത്തവരുടെയും സമൂഹവുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും ബന്ധപ്പെട്ട അതൊക്കെ ചുമ്മാ എക്സാജറേറ്റഡാ. ഞാൻ ചോദിക്കട്ടെ, ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാര്യത്തിൽ കേരളത്തിൽ കോഴിക്കോട് പൊതുസമൂഹത്തിലേക്ക് നേരിട്ട് വെടിവെച്ചൊരു DYSP ഉണ്ടായിരുന്നു. നിങ്ങൾക്കറിയാമല്ലോ. ആ DYSPയുടെ അവസ്ഥ എന്തായി പിന്നീട്? കേരളത്തിൽ അത്രയ്ക്ക് വലിയൊരു സാഹചര്യം കേരളത്തിൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ? ഒരു കലാപവും അല്ലെങ്കിൽ ഒരു ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എന്തെങ്കിലും അഴിഞ്ഞാട്ടവും ഒന്നും നടക്കാതെ കൊണ്ട് തന്നെ ഒരു DYSP വിദ്യാർത്ഥികൾക്ക് നേരെ വെടിവെച്ച സംഭവം കേരളത്തിലുണ്ട്. ഈ സർക്കാർ വന്നതിന് ശേഷം അങ്ങനെയൊന്നുമില്ല. ഞാൻ പറഞ്ഞ ഒരു സർക്കാരിനെ വിമർശിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ മുന്നിൽ നിൽക്കുന്നത് എപ്പോഴും പോലീസിന്റെ വീഴ്ചകൾ തന്നെയാണ്. ഇവിടെ ആരെങ്കിലും കണ്ണൂർ വിഷയത്തിൽ പോലീസിനെ ന്യായീകരിച്ചോ? ഈ ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്ന് വീണ്ടും ഗുരുതരമായ തെറ്റുണ്ട്. അതായത് നേഴ്സസ് അസോസിയേഷൻ അല്ല, ഏതൊരു സംഘടനയും കളക്ടറേറ്റ് മാർച്ച് നടത്തുമ്പോൾ ആ കൺസേൺഡ് ആയിട്ട് പോലീസിൽ വിവരമറിയിക്കുകയും ആരൊക്കെയാണ് പങ്കെടുത്തുള്ള ഡീറ്റെയിൽസ് നോട്ടീസ് സഹിതം കൊടുക്കും. അതിനകത്ത് ബഹുമാനപ്പെട്ട വിജിൻ MLA പേരില്ലായിരുന്നു ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അപ്പോൾ മുൻകൂട്ടി അവിടെ പോലീസിനെ വിന്നയിക്കേണ്ട, ഗേറ്റ് പൂട്ടേണ്ട ഈ പോലീസ് ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ കളക്ടറേറ്റ് ഉള്ളിലെ പോലീസുകാർ അവര് ഗുരുതരമായ വീഴ്ചയാണ് വരുത്തിയിരിക്കുന്നത്. ഒരു പ്രകടനം കഴിയുമ്പം നമ്മുടെ സെക്രട്ടേറിയറ്റിലൊക്കെ അതിക്രമിച്ച് എത്രയോ തവണ പ്രവർത്തകർ കടന്നിരിക്കുന്നു. അതിക്രമിച്ച് കടന്ന പ്രവർത്തകരുടെ ആവേശത്തിൽ അവരുള്ളിൽ കിടക്കും. അവരെ തടയാനാണ് പോലീസിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. എന്തുകൊണ്ട് അവിടെ പോലീസ് തടഞ്ഞില്ല? ശതമാനം കണക്ക് പറഞ്ഞല്ലോ, 12% ആൾക്കാർ ഈ സർക്കാർ പറഞ്ഞാൽ കേൾക്കാത്ത പോലീസ് ഒറ്റ കാര്യം ചോദിക്കട്ടല്ലേ റജി, 12% പേർ സർക്കാർ പറഞ്ഞാൽ കേൾക്കാത്തവരാണ് എന്ന് റജി പറഞ്ഞൊരു കണക്ക്. ആ 12% പേരെ ബാരക്ക് എഴുത്തണമെന്നേ, റിസർവ് ആക്കണമെന്നേ, അതിൽ പറഞ്ഞാൽ കേൾക്കുന്നവരെ ക്രമസമാധാന പാലനത്തിന് അയക്കണം. ഇത് ചെയ്യേണ്ടത് ആളാണല്ലോ ആഭ്യന്തരമന്ത്രി. അജിംസ, ഞാൻ പറയാത്ത കാര്യങ്ങൾ എൻ്റെ വായി തരുകരുത്. ദേശീയ ശരാശരി 12% എന്നാണ് പറഞ്ഞത്. അത് അജിംസിനും അറിയാം. കേരളത്തിലെ പിണറായി വിജയൻ അധികാരത്തിൽ വരുമ്പോൾ കേരളത്തിൽ 6%. ആ കാര്യത്തിൽ അഭിമാനത്തോടുകൂടി കേരളത്തിൽ ഭരിച്ചിട്ടുള്ള എല്ലാ സർക്കാരിനും ബഹുമാനിക്കാം. കേരളത്തിൽ 6% ഉള്ളൂ. ഇപ്പോൾ അത് 4% കുറഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ 5 വർഷമായിട്ട് ക്രമസമാധാനത്തിന്റെ കാര്യത്തിൽ ഇന്ത്യയിൽ ശതമാനക്കണക്ക് പറയുമ്പോഴാണ് ഈ നവകേരള സദസ്സ് പോയ ജില്ലകളിലൊക്കെ ക്രമസമാധാന പാലനം എന്ന സർക്കാർ നിർദ്ദേശം പാലിക്കാതിരുന്നുകൊണ്ട് ഈ ജനങ്ങൾക്ക് ഇടപെടേണ്ടി വന്നു. MV ജയരാജന്റെ ഭാഷയിൽ, മുഖ്യമന്ത്രിയുടെ ഭാഷയിൽ രക്ഷാപ്രവർത്തനം നടത്തേണ്ടി വന്നു DYFIക്കാർക്ക്. അത് ഞാൻ പറയുന്നത്, നിങ്ങൾ ഈ പറയുന്ന ശതമാനം കണക്ക് എത്രയാണെങ്കിലും അവരെ റിസർവ് എത്തിയിട്ട് പറഞ്ഞാൽ കേൾക്കുന്നവരെ പുറത്തിറക്കി വിടണം. അല്ലല്ല, അവിടെയാണ് അജിംസിന്റെ വളച്ചുകെട്ടെന്ന് പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, അന്ന് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരിയ്ക്കുന്ന 20 മന്ത്രിമാരും മുഖ്യമന്ത്രി ഉൾപ്പെടെ ആ ബസ്സിലിരിക്കുമ്പോൾ യാദൃശ്യമായിട്ട് തികച്ചും കാഷ്വലായിട്ട് അതുവരെയുള്ള ഒരു പ്രകോപനവും ഇല്ലാതെ കൊണ്ട് ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ ചാവരനെ പോലെ ആ വാഹനത്തിലേക്ക് ചാടാൻ നോക്കുമ്പോൾ തൊട്ട് പിന്നിലിരുന്ന DYFI പ്രവർത്തകൻ അയാളെ രക്ഷപ്പെടുത്തി. അത് രക്ഷാപ്രവർത്തനമല്ലേ? നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്താണ്? അയാൾ ആ വാഹനത്തിലേക്ക് വീണ് ആത്മഹത്യ ചെയ്യണം, അല്ലെ മുഖ്യമന്ത്രിയെ ആക്രമിക്കണം, ഇതല്ലേ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അതവിടെ തടസ്സപ്പെട്ടു. നിൽക്കട്ടെ, പൂർത്തിക്കട്ടെ. സ്വാഭാവികമായിട്ടും ആത്മഹത്യ ചെയ്യാൻ പോകുന്ന ആളുകളെ രക്ഷിച്ചിട്ട് അവരെ തല അടിച്ചു പൊട്ടിക്കുകയാണ് ചെയ്യാറ്. റജി ലൂക്കോസ്, ആത്മഹത്യ ചെയ്യാൻ പോകുന്ന ആളെ രക്ഷിച്ച ഉടനെ പൂച്ചട്ടിട്ട് തല അടിച്ചു പൊട്ടിക്കുക, ഹെൽമെറ്റ് കൊണ്ട് തല അടിക്കുകയാണ് ചെയ്യാറ്. ഞങ്ങൾ അങ്ങനെയാണ് കണ്ടത്.
അല്ലല്ല, അവിടെ വ്യക്തമായിട്ടുള്ള മറുപടി ഉണ്ട്. കേരളത്തിന്റെ മുഖ്യമന്ത്രി, ആരാധ്യനായ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആക്രമിക്കുകയോ ആത്മഹത്യ ചെയ്യുകയോ ഒരു രക്തസാക്ഷിയെ സൃഷ്ടിച്ച് കേരളത്തിൽ ഈ നവകേരള സദസ്സിനെ തകർക്കാൻ ശ്രമിക്കുന്ന അതിന്റെ സൂചനകൾ നേരത്തെ ഞാൻ മാധ്യമത്തെക്കുറിച്ച് പറഞ്ഞല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് ജനങ്ങൾ ജാഗരൂകരാകും. കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ സംരക്ഷണം പോലീസ് സേനയ്ക്കാണ്. അവിടെ ഒരുത്തൻ യാദൃശ്യമായിട്ട് ചാടി ഇതുപോലെ ഒരു തോന്നിവാസം കാണിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾ കൈകാര്യം ചെയ്യും. അത് ഏത് മുഖ്യമന്ത്രി ആയാലും ചെയ്യും, ഏത് നാട്ടിലായാലും ചെയ്യും. എന്താ തർക്കക്കാര്യത്തിൽ? നിങ്ങൾക്ക് ഒരു ഉദാഹരണം പറയാം. ബാരക് ഒബാമ എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും സുരക്ഷ ഉണ്ടായിരുന്ന മുഖ്യമന്ത്രി. അല്ലല്ല, ഇതൊന്ന് പൂർത്തീകരിക്കട്ടെ. ലെറ്റ് മീ കംപ്ലീറ്റ് മൈ വേഴ്സ്. അജിം സാഹിബ്, അവർക്കൊക്കെ ഒത്തിരി സമയം കൊടുത്തില്ലേ? ലോകത്തിലെ ഏറ്റവും സുരക്ഷയുള്ള അമേരിക്കൻ പ്രസിഡന്റ് ബാരക് ഒബാമ അമേരിക്കൻ നമ്മുടെ ജോർജ് ബുഷ് അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ഒരു മാധ്യമ സമ്മേളനത്തിനിടയ്ക്ക് ഒരുത്തൻ നിൽക്കി ജോർജ് ബുഷ്, അത് തന്നെ ജോർജ് ബുഷ്, ഞാൻ തിരുത്തി കഴിഞ്ഞു. ചെരിപ്പറിഞ്ഞപ്പോൾ സംരക്ഷിക്കാൻ വന്നാല പോലീസാണോ? തൊട്ടു പുറയിരുന്നൊരു സാധാരണക്കാരനായ ഇത് വീക്ഷിച്ചുകൊണ്ടിരുന്ന അദ്ദേഹത്തിന്റെ ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കാൻ വന്നത്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കാം. അപ്പൊ ഇത്തരം ക്രിമിനലുകളെ നമുക്ക് എവിടെയും പ്രതീക്ഷിക്കാം. ഇന്ദിരാഗാന്ധി വെടിയേറ്റ് മരിച്ചത് ഇത് തന്റെ സെക്യൂരിറ്റിക്കാർ തന്നെ വെടിവെക്കുന്ന പ്രതീക്ഷിച്ചുകൊണ്ടാണോ? രാജ്യാന്തര തലത്തിൽ ലോകത്തിന് മുമ്പിൽ തിളങ്ങി നിന്ന ഇന്ദിരാ പ്രിയദർശിനെ വെടിവെച്ചതാരാ? മുഖ്യമന്ത്രിയുടെ കോൺവോയ്ക്ക് മുമ്പിൽ കരിങ്കോടി കാണിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ആക്രമിക്കാനാണ് തെറ്റിദ്ധരിച്ച് തിരിച്ചാക്രമിക്കുന്നത്, ജനങ്ങൾ തിരിച്ചാക്രമിക്കുന്നത് ഒരു പ്രീസിഡൻസ് നിങ്ങൾ സെറ്റ് ചെയ്യാണ്. അപ്പോൾ ഇനി എങ്ങാനും ഏതെങ്കിലും കാലത്ത് നിങ്ങൾ അധികാരത്തിൽ നിന്ന് മാറി UDF അധികാരത്തിൽ വന്നാൽ ഇതൊക്കെ UDF-കാർക്കും ചെയ്യാമല്ലോ അല്ലേ? അല്ലല്ല, കേരളത്തിലെ മുഖ്യമന്ത്രി ഒരു ഫ്ലൈറ്റിൽ വെച്ച് ആക്രമിക്കാൻ ശ്രമിച്ചവരുടെ ചിത്ര സഹിതം വിഷ്വൽ സഹിതം കേരളം ചർച്ച ചെയ്യപ്പെട്ടല്ലേ? ബഹുമാനപ്പെട്ട മുഹമ്മദ് ഷാ നിഷേധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവിടെ EP ജയരാജന്റെ കൃത്യമായ ഇടപെടലില്ലായിരുന്നെങ്കിൽ ഇവർ എന്ത് ചെയ്യുന്നുള്ളവരെ ഇന്നും അജ്ഞാതമായി നിൽക്കുക. ഇന്നും ആ കാര്യം സംശയമുണ്ട്. അതുകൊണ്ടല്ലേ കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് കേരളത്തിലെ ജനങ്ങൾ അദ്ദേഹത്തിന് കൊടുക്കുന്ന സംരക്ഷണം പോലും തീർത്ത് അവരെ വ്യക്തമാണെന്ന് പറയാനുള്ള കാരണം അത് തന്നെയാണ്. ഇപ്പോഴും കേരളത്തിന് മുഖ്യമന്ത്രിക്ക് ഭീഷണിയുണ്ട്. കേരളത്തിന്റെ മുഖ്യമന്ത്രി, ജനകീയനായ ഒരു കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് സംരക്ഷണ വലയം തീർക്കാൻ കേരളത്തിലെ ജനങ്ങൾ തന്നെ മുന്നോട്ട് വരുന്നതിൽ എന്താ തെറ്റിരിക്കുന്നത്? ഇത് ഏകാധിപതികളുടെ രാജ്യമൊന്നുമല്ലല്ലോ. കേരളം കണ്ട മുഖ്യമന്ത്രിമാരിൽ ഏറ്റവും സുരക്ഷയുള്ള മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. ഇനി അദ്ദേഹത്തിന് സുരക്ഷ വേണമെങ്കിൽ പട്ടാളത്തെ ഇറക്കേണ്ടി വരും റജി ലൂക്കോസ്, അല്ലാതെ ഈ റോട്ടിയുടെ നടക്കാൻ സ്ഥലം ഉണ്ടാവില്ല. അതൊക്കെ കളയെ. കേരളത്തിൽ നിങ്ങൾ നമ്മുടെ ദൃശ്യമാധ്യമങ്ങളൊന്നും ഇല്ലാത്ത കാലത്ത് കേരളത്തിൽ ഓരോ കിലോമീറ്റർ പോലീസിനെ ഡിപ്ലോയ് ചെയ്ത് അക്കാലത്ത് കേരളത്തിൽ സുന്ദരമായിട്ടും പോലീസിന്റെ നിറസാന്നിധ്യത്തോടുകൂടി വിലസിയ മുഖ്യമന്ത്രിയായിരുന്നു. പേര് K. കരുണാകരനായിരുന്ന. അന്നത്തെ മാധ്യമങ്ങളുടെ കോപ്പി വേണമെങ്കിൽ ഞാൻ അങ്ങോട്ട് അയച്ചു വരാം, അതിനെ വിമർശിച്ചുകൊണ്ട്. അപ്പൊ അതൊന്നും പറയണ്ട. ത്രട്ടണിങ്ങുള്ള, ജീവന ഭീഷണിയുള്ള ഒരു മുഖ്യമന്ത്രിക്ക് പോലീസ് സംരക്ഷണം കൊടുക്കുന്നതിന് നിങ്ങൾ കുറെ നാളായിട്ട് നിങ്ങൾ മാധ്യമങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അത് ശരിയാണ്. കാരണം CPM-നെയും പിണറായി വിജയനെയും വിമർശിക്കലുണ്ടല്ലോ ജനങ്ങളുടെ മുമ്പിൽ. ഒരു എന്താ പറയാ, മുഖ്യമന്ത്രി ആരെയാണ് ഇത്ര ഭയക്കുന്നത്? മുഖ്യമന്ത്രിക്ക് കമാൻഡോകളോടൊപ്പം നടക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ കേരളത്തിലുണ്ടെങ്കിൽ ഇവിടുത്തെ സാധാരണക്കാരുടെ അവസ്ഥ എന്താണെന്ന് ചോദിക്കേണ്ടി വരുന്നത് ഞങ്ങളുടെ ബാധ്യതയാണ് റജി. സർക്കാരിന് ഒരു പോലീസ് നയം ഉണ്ടാകും, എല്ലാ സർക്കാരുകൾക്കും ഒരു പോലീസ് നയം ഉണ്ടാകും. ആ പോലീസ് നയം സർക്കാരുകൾ മാറുന്നതനുസരിച്ച് വ്യത്യാസം വരുമെങ്കിലും അതിനൊരു മിനിമം ബെഞ്ച് മാർക്ക് ഉണ്ടാവും. അത് ക്രമസമാധാന പാലനം, കേസുകളുടെ അന്വേഷണം, സുരക്ഷ, ഇത്തരം കാര്യങ്ങളിൽ ഒരു ബെഞ്ച് മാർക്ക് ഉണ്ടാവും. ഇവിടെ യഥാർത്ഥത്തിൽ എന്താണ് പ്രശ്നം? ആഭ്യന്തരമന്ത്രി പറയുന്നത് കേൾക്കാത്ത പോലീസാണോ? നിങ്ങൾ മുമ്പ് ആരോപിച്ചുകൊണ്ടിരുന്നത് CPM ഭരിക്കുമ്പോൾ അവിടെ സെൽഫ് ഭരണമാണ് എന്നാണ്. അങ്ങനെ ഒരു സെൽഫ് ഭരണം യഥാർത്ഥത്തിലുണ്ടോ? സെൽഫ് ഭരണം ഉണ്ടെങ്കിൽ ഇപ്പോൾ ഈ വിജിന് ഈ അവസ്ഥ വരില്ലായിരുന്നല്ലോ. വിജിനോട് ഇങ്ങനെ വളരെ മോശമായിട്ട് ആ പോലീസ് ഉദ്യോഗസ്ഥർ പെരുമാറില്ലായിരുന്നല്ലോ. സെൽഫ് ഭരണമാണ് എന്ന് നിങ്ങൾ ആരോപിക്കുന്നത് നിങ്ങൾക്കെതിരെ പോലീസ് അധിക്രിയ നടത്തുമ്പോഴാണ്. യഥാർത്ഥത്തിൽ കേരളത്തിലെ പോലീസിംഗിൽ എന്താണ് കുഴപ്പം? ഇവിടെ പോലീസിങ്ങിന് ഇപ്പോൾ അവിടെ നടന്നിരിക്കുന്ന സംഭവവികാസവുമായി ബന്ധപ്പെട്ട പോലീസ് അവിടെ എത്തുമ്പോൾ ഉണ്ടാകുന്ന പോലീസിന്റെ കൺസേൺ, അവര് എത്താൻ ലേറ്റായി. ഇപ്പൊ ഇവരുടെ സുപ്പീരിയർ അസിസ്റ്റന്റ് കമ്മീഷണറോടും മറ്റു പോലീസ് ഓഫീസറോടും ഒക്കെ ഇന്റിമേഷൻ ഉള്ളതാണ്. അവരാരും വന്നിട്ടില്ല, പിങ്ക് പോലീസ് മാത്രമാണ് വരുന്നു, അപ്പോൾ തടഞ്ഞിട്ടില്ല എന്നുള്ളത് പോലീസിന്റെ വീഴ്ച. അവര് അകത്ത് കയറുമ്പോ അകത്ത് കയറി എന്ന ഒഫൻസ് കമ്മിറ്റ് ചെയ്യുന്ന മോഡുലേഷനിലുള്ള സംസാര പ്രവൃത്തിയാണ് അവിടെ നടന്നിരിക്കുന്നത്. ഇനി പൊതുപ്രവർത്തകരോട്, പ്രതിപക്ഷത്തിലെ പൊതുപ്രവർത്തകര് അല്ലെങ്കിൽ നേതാക്കള് അവരോടൊക്കെ ബിഹേവ് ചെയ്ത് ശീലിച്ചിട്ട്, അവരോടൊക്കെ മിസ്ബിഹേവ് ചെയ്ത് ശീലിച്ചിട്ട് ആ ശീലം ഇപ്പോ ഭരണപക്ഷിയിലെ വിജിനെ പോലെയുള്ള MLA-മാർക്കെതിരെയും വന്നിരിക്കുന്നു എന്ന് വേണമെങ്കിൽ കരുതാം. ഞാൻ റജി ലൂക്കോസ് പറഞ്ഞ 1-2 കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് റജി ലൂക്കോസ് പറഞ്ഞ ഒരു കാര്യം, ഈ നവകേരള സദസ്സിന്റെ വിജയം എന്ന ഒരു കാര്യമുണ്ടല്ലോ. നവകേരള സദസ്സ് യഥാർത്ഥത്തിൽ ഒരു ഫ്ലോപ്പാണ്. അതിന്റെ കാരണം മറ്റൊന്നുമല്ല, ഈ ഫിനാൻഷ്യൽ ക്രൈസിസിന്റെ ടോപ്പിൽ നിൽക്കുമ്പോൾ
ഒരുപാട് ഫണ്ട് കളക്ട് ചെയ്തിരിക്കുകയാണ്. അതായത് ജനങ്ങളോട് പിന്നെ എന്റർപ്രണേഴ്സിനോട് പിടിച്ചു, കോർപ്പറേറ്റ്സിനോട് ലോക്കൽ കോർപ്പറേറ്റ്സിനോട് പിരിച്ചു, അതുകൂടാതെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി എല്ലാം പിരിച്ചു. ഇതെല്ലാം പിരിച്ചിട്ട് അതിന്റെ ഔട്ട്കം നെഗ്ലിജിബിൾ ആണ്, ഔട്ട്കം ഇല്ല എന്നതാണ് അതിന്റെ യഥാർത്ഥ പ്രശ്നം. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഒരു കരിങ്കൊടി കാണിക്കുക എന്ന് പറഞ്ഞാൽ, കരിങ്കൊടി കാണിക്കുക എന്ന സമരം ഇതേ സമയം പാരലായിട്ട് ഗവർണർക്കെതിരെയും കരിങ്കൊടി കാണിച്ചു. ഗവർണർക്കെതിരെ കരിങ്കൊടി കാണിച്ചത് ഗവർണറെ കൊല്ലാൻ പോയതാണോ, ഗവർണറെ ആക്രമിക്കാൻ പോയതാണോ എന്താണ് രജിയുടെ സ്റ്റാൻഡ് എന്താണെന്ന് എനിക്കറിയില്ല. കരിങ്കൊടി കാണിക്കാൻ ഇപ്പൊ ഫ്ലൈറ്റിൽ പോയ രണ്ടാളുകള് പിന്നെ മുഖ്യമന്ത്രിക്ക് കരിങ്കൊടി കാണിച്ചു. കരിങ്കൊടി കാണിക്കുന്നു എന്നതിന്റെ അർത്ഥം കൊല്ലാൻ ശ്രമിച്ചു എന്നാണ് എന്നൊരു ഇന്റർപ്രിട്ടേഷൻ കൊണ്ടുവരികയാണ്. അത് മുഖ്യമന്ത്രിക്കെതിരെ ആകുമ്പോൾ മാത്രം അത് വധശ്രമമായി മാറും. മറ്റുള്ളവർ മുഖ്യമന്ത്രിയുടെ പാർട്ടിക്കാർ ചെയ്താൽ കരിങ്കൊടി കാണിക്കുന്നത് ജനാധിപത്യപരമായ ഏറ്റവും ഗ്ലോറിഫൈഡ് ആയിട്ടുള്ള ഒരു ഡെമോൺസ്ട്രേഷന്റെ ഒരു ആക്ഷനാണ്. അത് ജനാധിപത്യത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമാണ് എന്ന രീതിയിൽ വരും. അപ്പൊ അത് മനസ്സിലാക്കി പോലീസുകാരൊക്കെ പോയി ആ പാർട്ടിക്കാരാണോ എന്ന് തിരിച്ചറിഞ്ഞിട്ട് നല്ല രീതിയിൽ കൊണ്ടുവരിക, മറ്റുള്ളവരെ അടിച്ചൊതുക്കുക. ഇനി ഈ ജീവൻ രക്ഷാ പ്രവർത്തനം നടത്തിയതിനെ കുറിച്ച് ഞാൻ അജിബ് സാറിന്റെ മറുപടി പറഞ്ഞതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ജീവൻ രക്ഷാ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ നിങ്ങൾ ആ വിഷ്വൽസ് ഒന്നുകൂടെ കാണിച്ചാൽ നന്നാവും എനിക്ക് തോന്നുന്നു. ആ ജീവൻ രക്ഷ നടത്തിയ വിഷ്വൽസ് ഒന്നുകൂടെ കണ്ടാലേ മനസ്സിലാവുള്ളൂ എങ്കിൽ ഒന്നുകൂടെ കാണിക്കുക. അത് ഏത് പാർട്ടിക്കാരുമാകട്ടെ, അങ്ങനെ ചെയ്യുന്ന പോലീസിനെ, അങ്ങനെ ചെയ്യുന്ന സഖാക്കളെ, പാർട്ടിക്കാരത് ചെയ്യുമ്പോൾ നോക്കി നിൽക്കുന്ന പോലീസിനെ, ആ പോലീസിന് എന്ത് ഡിസിപ്ലിനാണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത്? ആ പോലീസിന് എവിടെയാണ് ഞങ്ങളുടെ ലിമിറ്റ്, പരിമിതി എന്ന് അവർക്ക് അറിയാത്ത സിറ്റുവേഷനിലേക്ക് കാര്യങ്ങളെത്തി. അത്രത്തോളം ധാർഷ്ട്യമായി പോയി. വർഷങ്ങളോളം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേക സ്വഭാവമാണ്. എന്ത് ചെയ്യണമെന്ന് അവർക്ക് അറിയില്ല. ഇപ്പൊ ഇവര് വന്നു, പിന്നെ ഡെമോൺസ്ട്രേഷനുമായിട്ട് ഇടതുപക്ഷ സംഘടനയുടെ ആളുകൾ പിന്നെ കണ്ണൂർ വന്നു, കളക്ടറേറ്റിലേക്ക് വന്നു. അപ്പൊ അവർ നമ്മുടെ പാർട്ടിക്കാരാണല്ലോ, പാർട്ടിക്കാരായ ആളുകളായതുകൊണ്ട് അവരവിടെ വന്നിട്ട് ഒന്നുമില്ലാതെ അവർ പൊയ്ക്കോളും, അവരകത്തോട്ട് ഇടിച്ച് കയറില്ല എന്ന് പോലീസ് ധരിച്ചിട്ടുണ്ടാവും. കാരണം ഇൻസ്ട്രക്ഷൻ അങ്ങനെയാണല്ലോ, നമ്മുടെ പാർട്ടിക്കാരുടെ ഇടതുപക്ഷ സംഘടനയുടെ വരുമ്പോൾ അവരവിടെ വന്നിട്ട് പൊയ്ക്കോളും, പോലീസൊന്നും ആവശ്യമില്ല, പോലീസ് അവർ തന്നെയാണല്ലോ, ഇടതുപക്ഷക്കാരായ നേതാക്കൾ തന്നെയാണല്ലോ പോലീസിന്റെ റൂളും ചെയ്യുന്നത്. അപ്പൊ അവിടെ ഡിവൈഎഫ്ഐയുടെ 2 സഹാക്കളുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, അവരത് തടഞ്ഞോളും വഴിയിൽ. കാരണം അവർക്കും ആ ജോലി ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ, ജീവൻ രക്ഷയുടെ ജോലി ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ എന്ന് വല്ല കരുതി കാണുമായിരിക്കും, എനിക്കറിയില്ല. അവിടെ ഏതായാലും പോലീസിനെ അയച്ചിട്ടില്ല. പോലീസിനെ അവിടെ ചെല്ലുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ബിജിനോട് ഇത് ചോദിക്കുന്നു. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം അതിനുശേഷം നടത്തിയ സ്റ്റേറ്റ്മെന്റുകളൊക്കെ ഉണ്ടല്ലോ, ആ സ്റ്റേറ്റ്മെന്റുകളൊക്കെ ചില വെല്ലുവിളികളാണ്. ആ വെല്ലുവിളികൾ ചില അനുവാദങ്ങളൂടെയാണ്. അതായത് ഞങ്ങൾക്കിത് നോക്കാനറിയാം, ഇവിടെ പോലീസിന്റെ ഒന്നും ആവശ്യമില്ല, ഇവിടെ ഡിവൈഎഫ്ഐ ഉണ്ട്, ഇവിടെ CPM ഉണ്ട്, ഇവിടെ SFI ഉണ്ട്, പോലീസിന്റെ ഒന്നും ആവശ്യമില്ല, ഞങ്ങൾക്ക് വേണം ചെയ്യാം, പിന്നെ നിങ്ങൾ മര്യാദയ്ക്ക് ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ വരുന്നുള്ളൂ, വേണം ചെയ്യുമോ എന്ന് പ്രതീക്ഷിക്കാന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ വരുമ്പോഴേ ഇത് ഭരണകക്ഷിയാണ് ഈ പറയുന്നതെന്ന് വിചാരിക്കണം. അവർക്ക് എന്ത് കൺട്രോളാണ് അതിനകത്തുള്ളത്? ഭരണകക്ഷിയുള്ള പാർട്ടി സെക്രട്ടറിമാർ കൺട്രോൾ ചെയ്യുന്നുണ്ടാവും പലയിടത്തുമൊക്കെ. എന്തോ പാർട്ടി സെക്രട്ടറിമാർക്ക് കൺട്രോൾ കുറഞ്ഞൊരു ഓഫീസറാണോ എന്ന് എനിക്കറിയില്ല. അതല്ല അയാളുടെ ആ സമയത്ത് അവിടെ എത്തിയപ്പോൾ ഓഫീസർമാർക്ക് ഒരു വിറയലുണ്ടായി, കാരണം അവിടെ അകത്ത് കയറിപ്പോയി എന്നുള്ള വിറയൽ കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. നോർമൽ കോഴ്സിൽ CPMന്റെ പാർട്ടിക്കാരോട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സോഫ്റ്റ് സമീപനം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന പോലീസിന് അവരുടെ യഥാർത്ഥ ഡ്യൂട്ടിയിൽ നിന്നും അവരെ പിന്നോട്ട് വലിക്കുന്ന ഒരു നയം ഈ സർക്കാരിനുണ്ട്. CPMക്കാരോടും SFIക്കാരോടും DYFIക്കാരോടും ഉണ്ട്. ആ നയമുണ്ട് എന്നുള്ളൊരു സത്യമാണ്. മറുപക്ഷത്തിൽ തെരഞ്ഞു പിടിച്ച് അറ്റാക്ക് ചെയ്യാണ്. കഴിഞ്ഞ ദിവസം ഈ തിരുവനന്തപുരത്തെ സംഭവം എന്ന് പറയുന്നത് അവിടെ ഈ പറഞ്ഞ പ്രശ്നം ഉണ്ടായപ്പോൾ കാര്യമായി പോലീസ് ഇടപെട്ടിട്ടില്ല എന്ന് പറഞ്ഞു. അത് ഇടപെട്ടിട്ടില്ല എന്ന് പറഞ്ഞതുകൊണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പോലീസ് കാണിച്ച അക്രമം, DYFIക്കാരെ കാണിച്ച അക്രമം ഇല്ലാതാകുമോ? ഒരു സ്ഥലം അവർ എടുത്തു പറയുക, മറ്റു സ്ഥലങ്ങളിലെ വിഷ്വൽസ് നമ്മൾ കാണിക്കുകയാണെങ്കിൽ ഈ ഫുൾ ടൈം, അതായത് 1 മണിക്കൂർ കാണിക്കാനുള്ള വിഷ്വൽസ് കേരളത്തിലുടനീളം ഇവർ കാണിച്ചു കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്യുമ്പോൾ പൊതുപ്രവർത്തകരോടുള്ള മര്യാദയുടെ ലിമിറ്റൊക്കെ ലംഘിക്കാനുള്ള ശീലം പോലീസിന് കൊടുത്തു കഴിഞ്ഞു ഇവർ തന്നെ. നാളെ ആര് ഭരിക്കുന്നു എന്നല്ല, MLA ആകട്ടെ, ഒരു പാർട്ടി സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി പ്രവർത്തകരാകട്ടെ, അവരോടൊക്കെ ചെയ്യേണ്ട ഒരു മര്യാദകളുടെ അംശമുണ്ട്. അതിനൊക്കെ സോഷ്യൽ പോലീസിംഗിന്റെ ഡിസിപ്ലിനും മറ്റു കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ട്. പക്ഷെ അവർ പറയുന്ന ഡിസിപ്ലിനിൽ പ്രവർത്തിക്കാൻ അവരെ അനുവദിക്കുന്നില്ല. അവരോട് തെരഞ്ഞു പിടിച്ച് ചെയ്യാനുള്ള അനുവാദമാണ് കൊടുത്തിരിക്കുന്നത്. ഇനി അവരെ അബദ്ധത്തിൽ പോയി പിടിച്ചു എന്തെങ്കിലും ഒന്ന് ചെയ്തു പോയാൽ കുഴയും അവര്. ഇപ്പൊ ഈ ഓഫീസർക്കെതിരെ ആക്ഷൻ പ്രതീക്ഷിക്കും. ഞാൻ ചോദിക്കട്ടെ, ഈ 4 പേര് അല്ലെങ്കിൽ 4 ഓഫീസർമാർ മാത്രമേ അങ്ങോട്ട് വന്നിട്ടുള്ളൂ. ഇവർ ഇന്റിമേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവരുടെ സുപ്പീരിയർ ഓഫീസേഴ്സ് അല്ലേ അവർക്ക് അറിയില്ല ഇത്? ഈ പിങ്ക് പോലീസിനെ മാത്രമാണ് അവിടെ വിടേണ്ടത്. അവിടെ ലോക്കൽ പോലീസിന് അവർ ഇന്റിമേറ്റ് ചെയ്യേണ്ട, അസിസ്റ്റന്റ് കമ്മീഷണർക്കൊക്കെ ഇന്റിമേഷൻ വേണ്ടേ? സമരങ്ങൾ നടക്കുന്നവരല്ലേ ഇവരൊക്കെ? അവരൊക്കെ എവിടെയായിരുന്നു? അവർക്കൊന്നും റോളില്ല, അവരുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടില്ലേ? അകത്തേക്ക് ഇനി അതല്ല,
പൊതുപ്രവർത്തകർ ഉത്തരവാദിത്തപ്പെട്ട ഭരണകക്ഷിയുടെ ആളുകളാണ്. ആ പൊതുപ്രവർത്തകർ അവിടെ വന്ന് സമരം ചെയ്തു. അവർക്കറിയാം ഡിസിപ്ലിനോടെ പുറത്തു നിന്നാ ചെയ്യേണ്ട സമരം എന്ന് പറയാം. അവർ ഇടിച്ചകത്തോട്ട് കയറുക. അവർക്ക് കയറാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്ന് അവർ ധരിച്ചു വെച്ചിരിക്കുന്നത്. ഞങ്ങൾക്കിതൊന്നും ബാധകമല്ല, ഞങ്ങൾ അകത്തേക്ക് കയറി ചെയ്യുമെന്നുള്ള സ്വാതന്ത്ര്യം ഒരു ധാർഷ്ട്യം അവർ കാണിക്കുന്നു. അപ്പൊ ഇവിടെ റെസ്ട്രൈൻസ് ഇല്ല, പോലീസിനുമില്ല, പാർട്ടി സഖാക്കൾക്കുമില്ല. ആ വിട്ടുവീഴ്ചകൾ കൊടുക്കുന്ന ഒരു നയം സ്റ്റേറ്റ് എടുക്കുന്നുണ്ട്, ഈ ഗവൺമെന്റ് എടുക്കുന്നുണ്ട്. ആ ഗവൺമെന്റ് അങ്ങനെ നയമെടുക്കാതെ റെസ്പോൺസിബിൾ ആയിട്ട് പോലീസിംഗ് നടത്തുന്നതിന് അതിന്റെ നിയമങ്ങൾക്കകത്ത് നിന്നുകൊണ്ടും അവരുടെ ഡിസിപ്ലിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന കോഡ് ഓഫ് കോണ്ടക്റ്റിനകത്ത് നിന്നുകൊണ്ടും പോലീസ് മാനുവലിനകത്ത് നിന്നുകൊണ്ടും പ്രവർത്തിക്കാൻ അനുവദിക്കണം എന്ന് വെച്ചിട്ട് എല്ലാം വിട്ടുകൊടുക്കലല്ല. അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് എക്സിക്യൂട്ടീവ് അതിൻ്റെ സിസ്റ്റം ഉണ്ടാകണം. വ്യാപകമായൊരു കുഴപ്പമുണ്ടാക്കുന്ന ഓഫീസർമാരുണ്ട്, അവർക്ക് ഡിസിപ്ലിനറി ആക്ഷൻസുമായിട്ട് മുന്നോട്ട് പോകണം. പക്ഷേ ഓരോ ഇൻസ്റ്റൻസും പാർട്ടി തിരിച്ച് ചെയ്യുന്ന രീതി പഠിപ്പിച്ചു കൊടുക്കരുത്. അത് പഠിപ്പിച്ചു കൊടുത്താൽ അപകടത്തിലേക്ക് പോകുന്നതാണ് എൻ്റെ അഭിപ്രായം. ശരി, ശ്രീ സുഭാഷ് ബാബു, ഈ യഥാർത്ഥത്തിൽ പോലീസ് നയം എന്താണ് എന്ന് പലപ്പോഴും ആളുകൾക്ക് മനസ്സിലാവില്ല. പോലീസ് നയം എന്ന് പറഞ്ഞാൽ സർക്കാർ പോലീസിനെ നിയന്ത്രിക്കലാണോ സമ്പൂർണ്ണമായി, അതല്ല പോലീസിനെ പരമാവധി സ്വതന്ത്രമാക്കുകയാണോ നമ്മുടെ ആഭ്യന്തരമന്ത്രി പറയുന്നത് പോലെ ആത്മവീര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടി? പോലീസിന് നയം എന്ന് പറഞ്ഞിട്ട് ഓരോ പ്രാവശ്യം ഓരോ ഗവൺമെന്റുകൾ പ്രഖ്യാപിക്കും. പക്ഷെ പോലീസ് നയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അവരുടെ നയപരമായ പല അഭിപ്രായങ്ങളും പറയും. അത് DGPയോട് പറയും. DGP അത് നിയമപരമായിട്ട് നമുക്ക് നടപടിക്രമത്തിന്റെ ഭാഗമായിട്ട് ചെയ്യാൻ സാധിക്കുന്നതൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യണം എന്നുള്ളതാണ് DGPയുടെയും അതിനോട് താഴോട്ടുള്ള ഉദ്യോഗസ്ഥന്മാരുടെ ഉത്തരവാദിത്വം. അതല്ലാതെ നിയമത്തിന് വിപരീതമായിട്ട് നിങ്ങൾ അങ്ങനെ ചെയ്യരുത് എന്നുള്ള രീതിയിൽ ഒരു ഡയറക്ഷൻ പണ്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. കാരണം പണ്ട് ഖരാവ് കുറ്റമല്ല എന്ന് പറഞ്ഞു, ക്യാമ്പസിൽ ആരും കയറരുതെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അതൊക്കെ മാറ്റിയില്ലേ? കാരണം നിയമരഹിതമായ ഗവൺമെന്റ് നിലപാടുകൾ താൽക്കാലികമായിട്ട് ഗവൺമെന്റ് ആണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഉദ്യോഗസ്ഥന്മാർ ഭയപ്പെട്ട് നിയമത്തിനെ അതിലംഘിച്ച് ചെയ്യാതിരുന്നെന്ന് വരും. പക്ഷെ നിയമത്തിൽ ആ വ്യവസ്ഥ അവിടെ ഉള്ളിടത്തോളം കാലം അതൊക്കെ പുനഃസ്ഥാപിക്കപ്പെടും. അതുകൊണ്ടാണ് നമ്മുടെ ഖരാവോ നിയമമല്ല, അതായത് ഒരു കുറ്റമല്ല എന്ന് പറഞ്ഞിട്ട് എത്ര കാലം നമ്മൾ 70-കളിൽ 80-കളിൽ ആദ്യം ഏതാണ്ട് പകുതി വരെയോളം കോടതി ഇടപെടുന്നത് വരെ. അതുകൊണ്ട് ആളുകൾ എന്തുമാത്രം കഷ്ടപ്പെട്ടു എന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ അതേപോലെ തന്നെ ക്യാമ്പസിൽ കയറെന്ന് പറഞ്ഞു. അവസാനം ക്യാമ്പസിൽ വെട്ടും കുത്തും കൊലപാതകവും ഒക്കെ ആയിക്കഴിഞ്ഞപ്പോൾ രക്ഷയില്ലാത്ത അവസരത്തിൽ കോടതി ഇടപെട്ട് പറഞ്ഞു ക്രമസമാധാന പ്രശ്നമാണ്, നിയമപരമായിട്ട് പോലീസിന് എവിടെയും കയറാം, ക്രമസമാധാന പാലനം പോലീസിന്റെ ഉത്തരവാദിത്തമാണെന്ന് പറഞ്ഞതോട് അതങ്ങനെ പോയി. അങ്ങനെ ഓരോന്ന് കാലാകാലങ്ങളിൽ ഇതേമാതിരി ഉണ്ടാകും. അങ്ങനെ ഉണ്ടാകുന്ന അവസരത്തിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രീതിയിൽ നിയമരഹിതമായ ഏതെങ്കിലും രീതിയിൽ നയത്തിന്റെ ഭാഗമായി വന്നു കഴിഞ്ഞാൽ അത് ശാശ്വതമല്ല, അത് താൽക്കാലികം മാത്രമാണ്, അത് നിയമരഹിതമായ പ്രവൃത്തിയാണ്. അതേമാതിരി വരുന്നതല്ലാതെ പൊതുവിൽ നിയമപരമായിട്ടുള്ള നടപടിക്രമത്തിന്റെ നിയമത്തിനനുസരിച്ചിട്ടുള്ള നടപടികളല്ലാതെ അതിനപ്പുറത്തേക്ക് നയം എന്നുള്ള രീതിയിൽ കൊണ്ടുവരുന്നത് എന്തായാലും തെറ്റാണ്. അത് പോലീസ് സ്വീകരിക്കേണ്ട കാര്യമില്ല. പക്ഷേ അധികാരം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിയിൽ കേന്ദ്രീകരിച്ചിടത്തോളം കാലം പോലീസിന്റെ സർവതോമുഖമായ നിയന്ത്രണങ്ങൾ, അതായത് ട്രാൻസ്ഫർ ഉൾപ്പെടെ പണിഷ്മെന്റ് ഉൾപ്പെടെ ബാക്കിയുള്ള രീതിയിലുള്ള കാര്യങ്ങളെല്ലാം ആ ഒരു സംവിധാനത്തിലേക്ക് മാറ്റപ്പെട്ടു. അങ്ങനെയല്ല നിയമം എങ്കിൽ പോലും മാറ്റപ്പെട്ടത് കൊണ്ട് അതിന്റെ ഒരുപാട് പരിമിതികളുണ്ട്. ആ പോലീസ് ഉദ്യോഗസ്ഥന്മാർ അതനുസരിച്ചിട്ട് ആജ്ഞാനവർത്തികളായിട്ട് മാറുന്ന അവസരങ്ങൾ പണ്ടു കാലം മുതലേ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് പലപ്പോഴും ഇതേമാതിരിയുള്ള വീഴ്ചകളൊക്കെ പോലീസിനുണ്ടാകും. അതിനെ ന്യായീകരിക്കേണ്ടി വരും, അതിനെ ഭത്സിക്കേണ്ടി വരും. അതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷെ പോലീസിൻ്റെതായ രീതിയിൽ നിയമപരമായിട്ട് നടപടികളും അതിനകത്ത് പോലീസ് വീഴ്ച വരുമ്പോൾ അവരുടെ പേരിൽ നടപടിയെടുക്കുന്നു എന്നുള്ളതാണ് യഥാർത്ഥ പോലീസ് നയം. സുഭാഷ് ബാബു, അങ്ങനെ ഒരു കാര്യം ചോദിക്കട്ടെ. നമ്മളിപ്പോൾ കാണുന്ന പോലീസ് ഉണ്ടല്ലോ, ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് കാണുന്ന പോലീസിനെ പറ്റി വ്യത്യസ്ത കോണിൽ നിന്ന് വ്യത്യസ്ത വിമർശനമാണ്. CPM-കാർ പറയുന്നത് ഈ പോലീസ് നടപ്പാക്കുന്ന LDF-ന്റെ നയമേ അല്ല, അതായത് സർക്കാർ നയമല്ല നടപ്പാക്കുന്നത്, മറ്റാരുടെയോ ആജ്ഞാനുവർത്തികളായി പോലീസ് മാറുന്നു എന്നാണ്. UDF പ്രതിപക്ഷം ആരോപിക്കുന്ന അങ്ങനെയല്ല. പ്രതിപക്ഷം പറയുന്നത് ഇത് പിണറായി വിജയൻ നേരിട്ട് ഞങ്ങളെ തല്ലി ഒതുക്കാൻ വേണ്ടി പോലീസിനെ ഉപയോഗിക്കുന്നതാണ്, പക്ഷപാതപരമായി പ്രതിപക്ഷത്തോട് പോലീസ് പെരുമാറുന്നു എന്നാണ്. മറ്റൊരു വിമർശനമല്ല, ഒരു പരാതിയായി ഉയരുന്നത് പൊതുപ്രവർത്തകർക്ക് പോലീസ് സ്റ്റേഷനിൽ ആക്സസ് കുറവാണ്. ജനങ്ങൾക്ക് ഒരു നീതി തേടി, അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തന ഒരു നേതാവിന് പോലീസ് സ്റ്റേഷനിൽ പോയി ചെന്ന് ഒരു കാര്യം അവതരിപ്പിക്കാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് പോലീസിനെ സ്വതന്ത്രമാക്കിയെന്നാണ്. ഈ 3 വിമർശനവും സാധുവാണോ?
അത് സ്വാഭാവികമായിട്ട് നമ്മളത് അത് ആ അക്ഷരാർത്ഥത്തിൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. പോലീസിനെ സംബന്ധിച്ചിടത്തോളം പോലീസിന് ഇപ്പോൾ ആളെ നോക്കി തല്ലണമെന്ന് പറഞ്ഞ് ചെയ്യുന്ന കുറെ ആളുകളുണ്ട്. രാഷ്ട്രീയമായിട്ട് ഒരു വിഭാഗം പോലീസ് ഉദ്യോഗസ്ഥന്മാർ പ്രവർത്തിക്കുന്നുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചില താല്പര്യങ്ങളുണ്ട്, പലരെയും തൃപ്തിപ്പെടുത്തുന്നുണ്ട്. ഞാനാണ് ഇവിടെ നിങ്ങളുടെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും നിങ്ങളുടെ താല്പര്യത്തിനും നിങ്ങളുടെ ആജ്ഞയ്ക്കനുസരിച്ച് പ്രവർത്തിക്കുന്നത് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് പിന്നെ അവരുടെ തോന്നിവാസങ്ങളെ ന്യായീകരിക്കാവുന്ന രീതിയിലും അത് അംഗീകരിക്കപ്പെടുന്ന രീതിയിലും അവരുടെ നിലനിൽപ്പിന് വേണ്ടി വൃത്തികേടുകളൊക്കെ ചെയ്യുന്നുണ്ട്. അവർക്ക് കിട്ടുന്ന ഒരു പിന്നെ താക്കീതാണ് ഇന്ന് രാഷ്ട്രീയ നേതാക്കൾ പറഞ്ഞത്. പോലീസിന്റെ പണിയെടുക്കുന്നില്ല, അതുകൊണ്ടാണ് പോലീസിന്റെ വീഴ്ചയാണ് ഇതേമാതിരിയുള്ള പിന്നെ നമ്മളെ സംബന്ധിച്ചോളം ജീവൻ രക്ഷാ പ്രവർത്തനമായും മറ്റുമൊക്കെ ഞങ്ങൾ ചെയ്യേണ്ടി വന്നത് പോലീസിന്റെ തെറ്റാണെന്ന് തിരിച്ചു കിട്ടിയില്ലേ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക്. അതവരുടെ ഗുണമാണമാണ്. അത് അതേ സംബന്ധിച്ച് അത് പോളിസിയല്ല. പക്ഷേ ഇതേമാതിരി അവസാനം വരുമ്പോൾ ആർക്കാണ് ഈ കുറ്റം വരുന്നത്? പോലീസുകാരൻ അവന്റെ പണിയെടുത്തില്ലെങ്കിൽ ഇതേമാതിരി ചീത്ത കിട്ടും എന്നുള്ളത് തിരിച്ചറിയാനുള്ള അവസരം ഉണ്ടായി എന്നുള്ളത് അതൊരു അസുലഭ അവസരമായിട്ടാണ് ഞാൻ കാണുന്നത്. എന്തായാലും ശരി, അവനവന്റെ പണി അവനോട് എടുത്തില്ലെങ്കിൽ ആ പണി എടുത്തു കഴിഞ്ഞതിന് ശേഷം ഇതേമാതിരി തോന്നിവാസം ചെയ്തു കഴിഞ്ഞാൽ അവരുടെ ഭാഗത്ത് നിന്ന് ആരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ആർക്ക് വേണ്ടി ചെയ്തു എന്നുള്ള മൗഢ്യം കാണിച്ചോ ആ മൗഢ്യം കാണിച്ചവരുടെ പേരിലേക്ക് ഈ പരാതി തിരിച്ചു വരും എന്നുള്ളതിന്റെ തെളിവാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് അത് പോലീസ് നയമെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. പോലീസ് നിയമപരമായിട്ട് അവരുടെ നിയമത്തിന് അനുശാസിക്കുന്ന നടപടിക്രമങ്ങൾ അനുസരിച്ച് പോലീസ് ചെയ്യണം. അതാണ് പോലീസ് നയം. അല്ലാണ്ട് ഓരോ കക്ഷികൾക്കനുസരിച്ചിട്ട് അത് ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് വക്രീകരിക്കുക എന്ന് പറയുന്നത് പോലീസ് നയമാണെന്ന് ഇതുവരെ സംഭവിക്കാൻ ആർക്കും സാധിച്ചില്ല. അതല്ല എന്നുള്ളത് നമ്മൾ എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ്. ശരി, ശ്രീ റജി ലൂക്കോസ്, ഇപ്പോഴത്തെ ഈ പോലീസിൽ ഈ ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെയും രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെയും പോലീസിനെ കുറിച്ച് ആക്ഷേപങ്ങൾ ധാരാളം വരുന്നുണ്ട്. ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് കസ്റ്റഡി കൊലപാതകങ്ങൾ, മാവോയിസ്റ്റ് വേട്ട തുടങ്ങിയ കാര്യങ്ങളാണ് വിമർശിക്കപ്പെട്ടത്. അത് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും വിമർശിക്കുകയാണ്. സർക്കാരിനെ പുകഴ്ത്തുമ്പോഴും പോലീസ് മോശമാണെന്ന് പറയുന്നു. ഇപ്പോഴും ഏറ്റവും കൂടുതൽ പഴി കേൾക്കുന്നൊരു വകുപ്പ് മുഖ്യമന്ത്രി നേരിട്ട് ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പാണ്. അവിടെ എല്ലാം ഉഷാറാണ്, പഴയ കാലത്തെ പോലീസിനെ പോലെ തന്നെ ഉഷാറാണ്. ജനമൈത്രി പോലീസാണ് ഇപ്പോഴും നടപ്പാക്കുന്നത്. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഇപ്പോഴും അഭിപ്രായമുണ്ടോ? തീർച്ചയായിട്ടും, എന്താ സംശയം? ഞാനതിന് മറുപടി പറഞ്ഞു കഴിഞ്ഞു. ജനമൈത്രി പോലീസാണ് കേരളത്തിൽ നടക്കുന്നുള്ള ഒരു 100% ശരിയാണ്. പിന്നെ സ്വാഭാവികമായിട്ടും പിണറായി വിജയൻ സർക്കാരിനെ വിമർശിക്കാനായിട്ട് ഇതുപോലെയുള്ള സംഭവങ്ങളിട്ട് പിന്നെ എന്താ പറയുക ചർച്ചകൾ നയിക്കുക, അതിൻ്റെ പേരിൽ ജനങ്ങളിൽ എന്തെങ്കിലുമൊക്കെ കിട്ടുന്നുള്ള പ്രതീക്ഷയിൽ സംസാരിക്കുകയൊക്കെയാണ് സ്വാഭാവികമായിട്ടും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഞങ്ങൾ അതിനായി എൻ്റെ ഒഴുകി വിടുന്നു. ഇവിടെ പ്രശ്നം എന്താ? ഇവിടെ ഇപ്പോൾ പ്രശ്നം നവകേരള സദസ്സിന് ആശംസകൾ അർപ്പിച്ച് ബഹുമാനപ്പെട്ട മുഹമ്മദ് ഷായോട് ഞാൻ പറയുന്നു, കേരളത്തിലെ പ്രതിപക്ഷത്തെ ഉന്നതനായ നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി അദ്ദേഹം ആശംസകൾ അർപ്പിച്ചു, ബെസ്റ്റ് വിഷസ് പറഞ്ഞു. രണ്ടാമത്തെ വിഷയം, ഇപ്പോൾ അയോധ്യ വിഷയത്തിൽ രാമക്ഷേത്ര ഉദ്ഘാടനത്തിന് പോണ്ടണം എന്ന നിലപാടിലിരിക്കുന്ന കോൺഗ്രസിന് മറുപടി കൊടുക്കാനായിട്ട് തുറക്കാൻ പറ്റാത്ത അവസ്ഥയിലിരിക്കുന്ന മുസ്ലിം ലീഗിനെ സംബന്ധിച്ചുള്ള അണികൾ ചോർന്നുകൊണ്ടിരിക്കുകയാണ്. അവരിപ്പോൾ വല്ലാത്തൊരവസ്ഥയിലാണ്. അപ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ടും മുസ്ലിം ലീഗിനെ സംബന്ധിച്ചോളം സ്വാഭാവികമായിട്ടും വല്ലാത്തൊരവസ്ഥയിലാണ്. UDF-നെ സംബന്ധിച്ചോളം അത് തകർച്ചയുടെ വക്കിലാണ്. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജനങ്ങൾ വരെ ശിക്ഷിക്കും. ഇന്നൊരു റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. അത് ഞാൻ പറയാം. സുസ്ഥിര വികസനത്തിൽ ഇന്ത്യയിൽ 1ാം സ്ഥാനം കേരളത്തിന് പറഞ്ഞതാരാ? പിണറായി വിജയനല്ല, കേന്ദ്ര നീതി ആയോഗിന്റെ വൈസ് ചെയർമാനാണ് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങളുടെ കൈക്കൂലി പറഞ്ഞല്ലോ. ഞാനിപ്പോൾ ഗൂഗിളിൽ അടിച്ചു നോക്കി, ക്രമസമാധാന നിലയിൽ മറ്റ് സംസ്ഥാനങ്ങളെക്കാളും വളരെ അകലത്തിലാണ് മുന്നിൽ നിൽക്കുന്നത് കേരളം. ഏതെങ്കിലും പോലീസിന്റെ ഭാഗത്ത് പ്രശ്നമുണ്ടെങ്കിൽ അത് തുറന്നു കാണിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് CPM എന്ന് പറയുന്നത്. അതിലൊരു മടിയില്ല. വേണമെങ്കിൽ ബഹുമാനപ്പെട്ട വിജയൻ അത് മറച്ചു വെക്കാമായിരുന്നു. അദ്ദേഹം കൃത്യമായിട്ടും കേരളത്തിലെ പോലീസിന് അപമാനമായ കാര്യങ്ങൾ കാണിച്ച ആ SIക്കെതിരെ ശക്തമായ രീതിയിലുള്ള പ്രതികരണം നടത്തിയതിനെ നിങ്ങൾ അഭിനന്ദിക്കുകയല്ലേ ചെയ്യേണ്ടത്? മൈക്ക് തട്ടിപ്പറിച്ച SIക്കെതിരെ നടപടി ഉണ്ടാകുമോ എന്നാണ് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടത്. നടപടി ഉണ്ടെങ്കിൽ ഒരു തിരുത്തലായി അതിനെ കാണാം. നടപടി ഇല്ലെങ്കിൽ വീണ്ടും തഥൈവ എന്ന് മനസ്സിലാക്കേണ്ടി വരും. വളരെ നന്ദി ശ്രീ റജി ലൂക്കോസ്, ശ്രീ മുഹമ്മദ് ഷാ, ശ്രീ സുഭാഷ് ബാബു, ഇത്രയും സംസാരിച്ചു.